സൗണ്ട് എല്ലാരും സിംബേനെ കണ്ടിട്ട് റോസ് ഇവിടെ വേറെ സംഭവം ഉണ്ട്. നമ്മൾ ഈ ഹോളി ഹാബിറ്റാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞല്ലോ ഇവിടെ പൂച്ച ഈച്ച എല്ലാ സ്ഥലമുണ്ട്. ഇപ്പൊ പട്ടിയുണ്ട്. അവര് വിചാരിച്ചു ഞങ്ങൾ ഏതോ ഫോറിനേഴ്സ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് അവിടെ ആള് കൂടിയതാ ഞങ്ങളെ തല്ലാനായിട്ട്. സ്ഥലം വിട്ടോ നമ്മള് ജീവനും കൊണ്ടുപോടും. എന്റെ പോയിക്കൊണ്ടോ ഇനി മേലാ നീ റെസ്ക്യൂ അതൊന്നും പറഞ്ഞ് ഇറങ്ങി ഏതെങ്കിലും പട്ടി ഉണ്ടെങ്കിൽ അതുവഴി നടന്നോട്ടെ. മറ്റേ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന പറയത്തില്ലേ, ഒരു പൃഥ്വിരാജ് ടൈപ്പ്. ആനിമൽ ആക്ടിവിസ്റ്റ് ഉണ്ട് ഒരുപാട് പേര്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഇതിന്റെ they understood this. ഈ ദേഹത്തുള്ള മുറിവ് ഇറ്റ്സ് നോട്ട് നോർമൽ, ചുമ്മാ ഒരു ഓണർ അടിച്ചതല്ല. അറൌണ്ട് 45 dogs were there in the dog fighting ring. ഇത് വാർസോഡാണോ? ഇത് വാർസോഡ് ഔട്ടർ ആണ്, ബിറ്റ്വീൻ വാർസോ ആൻഡ് ഊച്ച്. ആൻഡ് ഈ 45 പേരില് ദർ പുട്ട് ഇൻ പിച്ച് ബ്ലാക്ക്. ഡോഗ്സ് അഗ്രസീവ് ആവണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് കൊണ്ടിടണം. ആൻഡ് ഒരാൾ മാത്രമേ അതിന് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ദിൽ ബിക്കം അഗ്രസീവ്. അതാണ് ഡോഗ്സിന്റെ ഒരു ഇത്. പിച്ച് ബ്ലാക്കില് ചെയിൻസിൽ കെട്ടിയിട്ട് മറ്റേ മുള്ളുള്ള സാധനം നിർത്തത്തേ ഉള്ളൂ, കിടത്തത്തില്ല. ഇപ്പൊ ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ട്, ഒരു 6-7 വർഷം അല്ലെങ്കിൽ ഒരു 4-5 വർഷം പ്രസവിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അബ്നോർമൽ എമൗണ്ട് ഓഫ് ഡെലിവറീസ് ഒക്കെ കഴിയുമ്പോൾ ഡോഗ്സിന് നാച്ചുറലി യൂട്രസിന്റെ ട്യൂമർ, യൂട്രസ് ഡീഗ്രേഡഡ് ആവും, അങ്ങനെ പല സംഭവങ്ങളും നടക്കും. അത് കഴിയുമ്പോൾ ഇവർ കൊണ്ട് കളയും. കളയുന്നത് കാട്ടിലോ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടിക്കൊണ്ട് മരത്തിൽ കെട്ടി തൂക്കും. എന്തോരം ഓൺ എ ഡെയിലി ബേസിസ് 10-12 ന്യൂസ് എനിക്ക് വരാറുണ്ട്. ഹലോ, അപ്പോൾ പുതിയൊരു ഹോളി ഹാബിറ്റാറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത് റോസാണ്. വെൽക്കം റോസ്. താങ്ക് യു. റോസിനെ പറ്റി ഇപ്പൊ എങ്ങനെ കുറെ കാര്യങ്ങള് റോസ് മറ്റേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ റോസിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതില് എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടായില്ല, പക്ഷെ മേഘ പറഞ്ഞു റോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് റോസിനെ അറിയാം. ഇനി റോസിന്റെ കുറെ കാര്യങ്ങളും കുറെ യൂട്യൂബ് ചാനൽ, പിന്നെ ഡോഗിന്റെ കാര്യം, പെറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോ പറയൂ. താങ്ക് യു ഗൈസ് ഫോർ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരാൻ വിളിച്ചതിന് വളരെയേറെ താങ്ക് യു. ആൻഡ് മേഘൻ ആസ് യൂഷ്വൽ, മേഘനെ എനിക്ക് നല്ലപോലെ പരിചയമുണ്ട്. ആൻഡ് ഇവരെ ഇന്ന് അല്ല, സൗരഭിനെ നേരത്തെ പരിചയമുണ്ട്. ആൻഡ് ബാക്കി നൗഫലിനെ നല്ല മനുഷ്യൻ. നിങ്ങൾ എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞ ഉള്ളതാണോ അതോ എന്നെ ഊക്കി വിട്ടതാണോ? അങ്ങനെ തോന്നിയോ? അപ്പോ യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോ റോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാണല്ലോ, യൂട്യൂബ് ഉണ്ടല്ലോ, ഒരു ചാനലുണ്ട്. അപ്പൊ ഞങ്ങളൊരു തുടക്കക്കാരെന്നുള്ള നിലയിൽ, റോസും തുടക്കക്കാരാണ്, പക്ഷെ നമ്മളെ വെച്ച് നോക്കുമ്പോ ഓൾറെഡി കുറച്ച് ഇപ്പൊ മോണിറ്റൈസ് ആയ ഒരു ചാനലെങ്കിലും ഉണ്ട്. അപ്പൊ എന്താണ് ഞങ്ങൾക്ക് തരാനുള്ള ഒരു, ഞങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിനെ പറ്റിയുള്ള അഭിപ്രായവും വീക്ഷണവും? ഫ്രം ദ ബിഗിനിങ് ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നല്ല കണ്ടന്റ് ആണ് നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്സ്. ഇറ്റ്സ് നോട്ട് വെരി സീരിയസ്, സോ ദാറ്റ് ഇസ് വെരി ഗുഡ് തിങ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. നിങ്ങൾ ഭയങ്കര സീരിയസ് ടോപ്പിക്സും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും പറഞ്ഞ ആൾക്കാരെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇറ്റ്സ് ഫൺ ടു വാച്ച്. അപ്പൊ ദാറ്റ് ഇസ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർ വീഡിയോ കണ്ട് അത്രയും നേരം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. അത് ഐ സോ ഇറ്റ് ഇൻ യുവർ വീഡിയോസ്. അപ്പൊ അതിന് റിയലി appreciate you guys. Thank you. Yeah. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ റോസ് ഇതിനു മുന്നേ നമ്മള് ചെറിയ കോൺവെർസേഷൻ ഉണ്ടായി. അപ്പൊ പറഞ്ഞു കൺസിസ്റ്റന്റ് ആയ വീഡിയോ ഇടാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? പിന്നെ ഞാൻ പറയാൻ അതിൽ യോഗ്യതയില്ല, ബിക്കോസ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല. ബട്ട് സ്റ്റിൽ കൺസിസ്റ്റൻസി പ്ലേസ് എ കീ റോൾ ചാനൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിൽ. പിന്നെ ഓൾവേസ് യുനോ ലൈക്ക് ഒരു അത് മേ ബി എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. വെൻ യു ആർ മേക്കിംഗ് എ വീഡിയോ ഓർ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് സംതിങ് ഫോർ ദ പീപ്പിൾ ആസ് വെൽ ടു വാച്ച്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഫൺ സ്റ്റഫ് മാത്രം അല്ലാണ്ട് ദേ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ചെയ്യുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കണ്ടന്റിന്റെ പഞ്ഞമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം എടുത്തിട്ടിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോണ്ടിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കാണുന്ന ആളല്ലാത്തോണ്ടായിരിക്കാം ഞാൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എക്സാക്ട്ലി. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ. അപ്പൊ റോസിന് അത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാനല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓഫ് കോഴ്സ്. ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ബാക്ക് ഓൺ ട്രാക്ക്. ഞാനിപ്പോൾ കൂടുതലും വീഡിയോസ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ആൻഡ് യൂട്യൂബ് ഓൾസോ ഞാൻ ഇപ്പൊ ഒന്ന് ട്രാക്കിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് ഇനി അങ്ങോട്ട് വീഡിയോസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെ ചാനൽ കിട്ടും. റോസിനെ കുറിച്ച് ആദ്യം വീഡിയോ ഇവനെ റോസ് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഏത് റോസ്, ഞാൻ എന്റെ റോസ് പേരൊന്നും കേട്ടില്ല. അപ്പൊ അവൻ ഹണി റോസ് ഹണി റോസ് ഒരു നിമിഷം ഹണി റോസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഇവൻ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പൊ വീഡിയോസ് കണ്ടു. പക്ഷെ വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ്. അപ്പൊ എല്ലാരോടും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ചെക്ക് ഔട്ട്. ഞാനും ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാര്യം അതായിരുന്നു. ബിക്കോസ് ഞാൻ വരുന്ന സമയത്ത് 6 years ബാക്ക് പോളണ്ടിനെ കുറിച്ച് വലിയ ഐഡിയ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഓഫ് കോഴ്സ് ആദ്യമായിട്ട് കേൾക്കുന്ന ഏജൻസി പോയിട്ടാ പോളണ്ട്. ഞാനും ഇത് തന്നെയായിരുന്നു. എന്റെ വീട്ടില് എന്റെ മമ്മി ഇങ്ങനെ പറഞ്ഞു പോളണ്ടിൽ പോകുന്നോന്ന് ചോദിച്ചപ്പോ പോളണ്ട് അത് ഏതാ രാജ്യം, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെങ്കിലും ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻസിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് കുറെ സാധനങ്ങളൊക്കെ കിട്ടി. അപ്പൊ ലൈക്ക് ഓക്കെ. ആൻഡ് ഇവിടെ വന്നതിന്റെ സ്റ്റിൽ അങ്ങനെ ഒരു പ്രോപ്പർ കണ്ടന്റ് നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ഇവിടെ ആ സമയത്തായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിലായിരുന്നു ഇവിടെ ഭയങ്കര സ്കാം നടന്നുകൊണ്ടിരുന്നത്. സോ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു. അങ്ങനത്തെ ഇതൊക്കെ കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ മേ ബി ഐ ക്രിയേറ്റ് എ വീഡിയോ, സ്റ്റാർട്ട് എ ചാനൽ ആൻഡ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് എന്തെങ്കിലും ഇടാം. ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്യും, കുറെയൊക്കെ സ്കാമിൽ നിന്ന് അവോയ്ഡ് ആവാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ റിയാലിറ്റി മനസ്സിലാവണം. ബിക്കോസ് ആൾക്കാര് നാട്ടിൽ നിന്ന് വരുന്നത് യൂറോപ്പ് എന്തോ അവിടെ എന്തോ ഇരിപ്പുണ്ട്, എന്തോ ഉണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ലേറ്റർ ദേ കം ഹിയർ ആൻഡ് ഇവിടെ വന്നിട്ട് എന്താ ആൾക്കാർക്ക് ഇവിടെ യൂറോപ്പിന്റെ ലൈഫ് ഒന്നും അല്ല. ഓഫ് കോഴ്സ് നമ്മള് ഗൾഫിൽ പോകുന്നതിന്റെ പകരം പോളണ്ടിൽ വരുന്നു. പക്ഷെ ആൾക്കാർ വന്ന് അത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോ പിന്നെ പറഞ്ഞു നടക്കുന്നത് എല്ലാരും പറ്റിക്കുക, ലൈക്ക് പറ്റിപ്പ അങ്ങനെയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യുൽ സ്റ്റേ ഹിയർ, യുൽ ഗെറ്റ് ടു ഏൺ സംതിങ്. അപ്പൊ ആ ഒരു ഐഡിയോളജിയിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അതിനിപ്പോ ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും സ്റ്റാർട്ടഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്തിരിക്കുന്നു. സ്ലൈസ് ഓഫ് ക്ലൗഡ് ഉണ്ട്. റൈവൽസ് ആണ് കണ്ടുപിട്ടിരിക്കുന്നത്. റോസ് ഇപ്പൊ പിന്നെ ഇതല്ലാതെ അതിന്റെ കൂടുതൽ പിന്നെ വേറെ എന്താ പരിപാടി? ഇതല്ല സോഷ്യൽ മീഡിയ അല്ലാതെ പിന്നെ സോഷ്യൽ മീഡിയ ആൻഡ് ദെൻ നെക്സ്റ്റ് എന്റെ പ്രൊഫഷൻ ഇപ്പോ ഐ വാസ് വർക്കിംഗ് ഇൻ ഫൈനാൻസ്, കോർപ്പറേറ്റിലായിരുന്നു. ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ടീച്ചറായിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാണ്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ. പോളണ്ടില് 4 years ആയിട്ട് ഞാൻ ടീച്ചിങ് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് എന്റെ ലാംഗ്വേജ് ബെറ്റർ ആവുന്നുണ്ട്. ബിക്കോസ് ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യമാണ് എന്റെ ലാംഗ്വേജ് ഡിറ്റീരിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഐ വാസ് ലൂസിങ് മൈ ലാംഗ്വേജ്. അപ്പം എനിക്ക് ഭയങ്കര പാനിക് ആവാൻ തുടങ്ങി. അയ്യോ ലൈക്ക് നമ്മൾ അബ്രോഡ് പോകുമ്പോൾ ഇംഗ്ലീഷ് ബെറ്റർ ആവും എന്നുള്ള ഇതിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉള്ള ഇസും ബസും മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു എന്റെ നാട്ടിലൊക്കെ ചില ഫ്രണ്ട്സ് നമ്മുടെ സ്ലാങ് ഒക്കെ കാണുമ്പോ അത് ഒരു ഇംഗ്ലീഷ് സ്ലാങ് അല്ലല്ലോ അത്. കാരണം ഇവിടുത്തെ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ നമ്മുടെ ഇംഗ്ലീഷ് പോകും. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത് ഇന്റർനാഷണൽ സ്കൂളിലാണ്. അപ്പം എന്റെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓക്കെ എന്റെ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു കാര്യത്തിൽ. ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേ യൂണിവേഴ്സിറ്റി പോയിട്ട് പ്രൊഫസറിന്റെ അടുത്ത് എന്തോ ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ഞാൻ മറ്റേ ഒടുക്കത്തെ വൊക്കാബൊക്കെ ഇട്ട് സംസാരിച്ച പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് കഴിഞ്ഞ വീട്ടിൽ ലൈക്ക് റൂമിൽ വന്നിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഡാർക്ക് അടിച്ചു. നാട്ടിൽ പോണം, ഇവിടെ നിന്നോണ്ടായിരുന്ന സ്കില്ലും കൂടെ പോകുന്നു. ഞാനും നൗഫല് ഞങ്ങള് വന്നന്ന് ക്ലാസ്സിൽ പോയി ഒരു പോളിഷ് ക്ലാസ്സിലാണ് കയറി ചെന്നത്. കാരണം അവിടെ നമ്മള് അന്ന് യൂണിവേഴ്സിറ്റിയിലെ ചില ആൾക്കാരുടെ ഒക്കെ ചോദിച്ചപ്പോഴേക്കും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവരൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ഡോട്ട്സ് ഒക്കെ കണ്ട് ചെയ്ത് ഏതൊരു ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് അവിടെ ഞാനും പോളിഷ് ക്ലാസ്സിലായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അതും കൂടി പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നില്ല അന്നിട്ടോ. ഇപ്പൊ ബെറ്ററായി. പക്ഷെ വന്ന സമയത്ത് ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പം ടീച്ചിങ്ങിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ക്യാൻ കീപ് മൈ ലാംഗ്വേജ്. അതെനിക്ക് ഭയങ്കര ഒരു ഇതുള്ളത്. പിന്നെ എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവര് എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാനും പോളിഷ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു
ഇതുപോലെയാണ് അവർക്ക് വേണ്ടിയിട്ട് അവര് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോളിഷ് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കുമ്പോ അവർ ഇപ്പൊ ഏത് ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഐ ഹാവ് കിഡ്സ് ഫ്രം 3-year-olds up to 16-year-olds. അപ്പൊ ഈ 3-year-oldsന് ഇത് പറഞ്ഞ് മനസ്സിലാക്കണെങ്കിൽ അവർക്ക് ബേസിക് ഒരു ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെയാ അത് ചെയ്യല്? ആക്ഷൻസ്, 3D props, പിക്ചേഴ്സ്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ മെത്തഡോളജിയാണ്. അപ്പൊ അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇവരുടേത്. അപ്പൊ അവരുടേതായ മെറ്റീരിയൽസും കരിക്കുലവും എല്ലാം ഉണ്ട്. അപ്പൊ ഐ ഹാവ് ഹെൽപ്പ് ഫ്രം ദർ. പിന്നെ ഐ എം ട്രെയിൻഡ് ഫോർ ഇറ്റ് ബിക്കോസ് ഞാൻ സർട്ടിഫൈഡ് ആയിട്ടാണ് അവിടുന്ന്. എനിക്ക് അവിടുത്തെ ഒരുവിധം എല്ലാ സർട്ടിഫിക്കേഷൻസും ഞാനിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഐ എം ട്രെയിൻഡ് ഫോർ ഇറ്റ്. അവരുടെ ഈ സർട്ടിഫിക്കേഷൻ പറയുമ്പോ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂള് അവരുടെ ആ ബ്രാൻഡിന്റെ ട്രെയിനിങ് ആണ്, ആ ബ്രാൻഡിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. സോ ആ സർട്ടിഫിക്കേഷൻ வந்து വേറെ സ്കൂൾസ് തന്നെ ഹയർ ചെയ്യാം, ബട്ട് ഇവിടെ ആയിരിക്കും ഐ എം സർട്ടിഫൈഡ്, ലൈക്ക് ഐ എം എക്സ്പീരിയൻസ് ആൻഡ് സർട്ടിഫൈഡ് ഇൻ ദാറ്റ്. അത് ലൈക്ക് കോഴ്സ് ആയിട്ടാണോ എങ്ങനെയാ? അത് നമ്മൾ പേ ചെയ്യണോ അതോ എങ്ങനെയായിരുന്നു? ഇല്ല, അത് 2 വേയിലുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് തന്നെ പേ ചെയ്ത് നമുക്ക് സർട്ടിഫൈഡ് ആവാം, ഇല്ലെങ്കിൽ നമ്മളെ ഒരു സ്കൂൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ പേ ഫോർ യുവർ എക്സ്പെൻസസ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ വന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് കയറിയതായിരുന്നു. അപ്പൊ അവരെന്നെ ഹയർ ചെയ്തിട്ട് ദേ പെയ്ഡ് ഫോർ മൈ ട്രെയിനിങ് ആൻഡ് എവറിത്തിങ്. അത് ആ സമയത്ത് കാറ്റോവിറ്റ്സിലായിരുന്നു. അപ്പൊ അവിടെ പോയി 10 ഡേയ്സോളം നിന്ന് അവിടെയായിരുന്നു ട്രെയിനിങ് മൊത്തം. ഇപ്പൊ നാട്ടിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ, ഹൗ യു സീ ഇറ്റ്? വ്യത്യാസങ്ങള്, അതായത് ഭയങ്കര ഒരു മാറ്റം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ആയി. ഇവിടെ കുറെ പ്രാക്ടിക്കലാണ്, അതായത് കേസ് സ്റ്റഡീസ് തന്നിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യലാണ്. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മളൊരു തിയറി പഠിച്ചിട്ട് എക്സാം എഴുതാ. അതുപോലെ ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇപ്പൊ റോസിന്റെ ഇപ്പൊ ചെറിയ കുട്ടികളുടെ കേസിലൊക്കെ അത് ഇപ്പോഴും ചിലപ്പോ നാട്ടിലും ഭയങ്കര ഇന്നോവേഷൻസ് ഒന്നും ഉണ്ടോ എനിക്കറിയില്ല. എങ്ങനെയാ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കണ മെത്തേഡ് എന്ന് പറഞ്ഞില്ലേ? നാട്ടിൽ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ബട്ട് നോട്ട് അപ് ടു ഹിയർ പോലെ. പക്ഷെ ഞാനിപ്പോ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കൂളാണ്. സോ ഇറ്റ്സ് ഡിഫറെന്റ്. ബട്ട് ഇവിടുത്തെ പബ്ലിക് സ്കൂളിന്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ട്രഡീഷണൽ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയും ട്രഡീഷണൽ ടീച്ചിങ് ബുക്സ് മാത്രം അങ്ങനത്തെ അത്ര എക്സ്ട്രീം അല്ല. ദേ സ്റ്റിൽ ഹാവ് ഒരു എന്താ പറയാ പ്രാക്ടിക്കൽ അപ്രോച്ചും അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യം. പിന്നെ നമ്മുടെ ഇയേഴ്സ് നമുക്കിപ്പോ എത്ര 12 years അല്ലേ സ്കൂള്? ഇവിടെ 12 അല്ല 14 ആണ്. പിന്നെ അതേപോലെ തന്നെ കിൻഡർ ഗാർഡൻ തന്നെ 4 years ഉണ്ട്. പിന്നെ കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് ലൈക്ക് പ്രൈമറി സ്കൂളിലോട്ട് കയറിയുമ്പോ തൊട്ടേ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് മുന്നേ റൈറ്റിംഗ് ഒന്നുമില്ല. അപ്പം ഐ ഹാവ് കിഡ്സ് ലൈക്ക് എന്റെ കിഡ്സ് 5-6 above കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റൈറ്റിംഗ് പഠിപ്പിക്കില്ല. ഇവാനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കയറിയിട്ട് അവൾക്ക് റൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ക്രാഫ്റ്റ്സ് മാത്രമായിരുന്നു. പക്ഷെ ഇവിടുത്തെ പബ്ലിക് എഡ്യൂക്കേഷൻ ഇസ് നൈസ്, ഇറ്റ്സ് ഗുഡ് ഐ ഗസ്. ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ആരും ഇപ്പൊ പിള്ളേർ പോകുന്നില്ല, എല്ലാരും പ്രൈവറ്റ് സ്കൂളിലേ പോകുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. ലൈക്ക് നോ മാറ്റർ ഹൗ റിച്ച് യു ആർ, നോ മാറ്റർ ഹൗ പുവർ യു ആർ, എല്ലാരും പോകുന്ന ഒരു സ്കൂളിൽ. അത് ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് അവരുടെ അത് നമ്മൾ പിള്ളേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈക്ക് ഞാൻ പോകുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൽ ലൈക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിള്ളേർ വരുന്നുണ്ട്. ആൻഡ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ആ ഒരു ഡിവിഷൻ ഇല്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ CBSE, സ്റ്റേറ്റ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ആണ്. അത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒന്നും ഇവിടെ ഇല്ല. ദാറ്റ്സ് റിയലി നൈസ്. പിന്നെ നമ്മൾ കാണല്ലേ ഇപ്പൊ നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒരു കുറെ കുട്ടികളെ കൊണ്ട്, ഇവിടുത്തെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ നിന്ന് ഇവര് പബ്ലിക് ട്രാൻസ്പോർട്ടാ യൂസ് ചെയ്ത് കൊണ്ടുപോവുക. അത് നമ്മുടെ അത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് സ്കില്ലാണ്. ഇവിടെ ഒരു കിൻഡർ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ തണുപ്പാണെങ്കിലും സമ്മർ ആണെങ്കിലും അവർക്ക് ഒരു ഇത്ര വലിയ ഒരു തുണി പോലത്തെ ഒരു സാധനം കൊടുക്കും. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന ഡെയിലി എല്ലാം പുറത്തു കൊണ്ടുപോകും. ഈവൻ ഇപ്പൊ പറഞ്ഞല്ല റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സിഗ്നൽസ് നോക്കാൻ. അത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പഠിപ്പിച്ചു തരും. ചുമന്ന എന്താ സ്റ്റോപ്പ്, ഗ്രീന്, അങ്ങനെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കും ഇൻ ക്ലാസ് ആൻഡ് ദെൻ ദേ ടേക്ക് ദം ഔട്ട്. ലൈക്ക് ഇൻ റിയൽ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി എങ്ങനെയാണെന്നുള്ളത് അത് കുഞ്ഞിലോട്ട് അത് വളരെ നല്ലതാണ് ഇവിടുത്തെ ഒരു കാര്യത്തില്.
ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ സ്കൂൾ ബസ് സിസ്റ്റം ഇല്ലല്ലോ എല്ലാരും. അത് ഞാൻ ശ്രദ്ധിച്ചെന്ന് തന്നെ ഇവിടെ അത്യാവശ്യം ഒരു എനിക്കൊരു 10 വയസ്സ് 9 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ ഒറ്റയ്ക്കാണ് നമ്മുടെ നാട്ടിലെ സേഫ്റ്റി കുറവ് കൊണ്ടാണ് നമുക്ക് പിള്ളേരെ വിടാൻ പറ്റാത്തത്. പിന്നെ കുട്ടികളും അവെയർ ആയിരിക്കണം. അതായത് അതാ കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവെയർ ആവണമെങ്കിൽ അവർക്കൊരു എക്സ്പോഷർ കിട്ടണം. ഇപ്പൊ സ്കൂളുകാർ ഇപ്പൊ ഇവരെ കൊണ്ടുപോവാണെങ്കിൽ കുട്ടിക്ക് അറിയാം എന്ത് ചെയ്യണം ഇൻ കേസ് ഓഫ് എമർജൻസി. നാട്ടിലെ ആൾക്കാർ കൊണ്ട് പാനിക്കായി പോവും. സേഫ്റ്റി ഉണ്ട് പക്ഷെ എക്സ്പോഷറിന്റെ കുറവുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ സമ്മർ ആകുമ്പോൾ ഇഫ് യു ലിവിങ് ഇൻ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ പിള്ളേർ പുറത്തൂടെ അല്ലേ, വീട്ടിൽ കയറുന്ന കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അതൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയ. സമ്മർ ആകുമ്പം ഇതുങ്ങളൊന്നും വീട്ടിൽ കയറത്തില്ല. ഞാനിങ്ങനെ അലക്കുന്നൊന്നും സത്യം. റോട്ടിൽ കൂടെ ആയിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുന്നേ മക്ഡൊണാൾഡ്സിലായിരുന്നു. എനിക്കിപ്പോ അതിനുശേഷം കുട്ടികളെ ഇഷ്ടമല്ല. ഇവരായിട്ട് വരും. എന്നിട്ട് ഒരു വട്ടം ഒരു രാത്രി 9 മണിയായി. അപ്പൊ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നപ്പോ ഐസ്ക്രീമിന് എന്തോ ഓഫറുള്ള സമയം. അപ്പൊ ക്ലീനിങ് ഒക്കെ തുടങ്ങണം. ഇവര് വന്നിട്ട് ചെറിയ കുട്ടികളോട് ഐസ്ക്രീം വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞു. ഓക്കെ എന്നിട്ട് അവര് പോയി. കുറച്ച് 15 സെക്കൻഡ് കഴിഞ്ഞപ്പോ പിന്നെയും വന്നിട്ട് ഐസ്ക്രീം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ ചെറുതായിട്ട് ദേഷ്യം വന്നു. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. ഇവര് പിന്നെ പോയിട്ട് ഒരു 30 സെക്കൻഡ് പിന്നെയും വന്നിട്ട് അവിടെ അതുമ്മ അടിക്കുക. മറ്റേ കോയിൻ വെച്ചിട്ട് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അതുമ്മ അങ്ങനെ അടിച്ചിട്ട് ദേഷ്യം വന്നിട്ട്. അതും ആ സമയം രാത്രിയാണ്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇവര് ഇറക്കണത്. അവരെന്ത് സെൽഫ് സഫീഷ്യന്റ് അറിയ കുട്ടികള് ഭയങ്കരമായിട്ടും. അത് ഞാൻ താമസിച്ചിടത്ത് സമ്മർ ആകുമ്പോഴത്തേക്കും എല്ലായിടത്തൂടെയും ലെമണേഡ് സ്റ്റാൻഡ് തുടങ്ങും. വിലയോ 10-11 സ്ലോട്ട് ചെറിയ ഗ്ലാസ് ഞാൻ ഇത് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവൻ നോക്കിയിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് പോകും. ഈ സൈഡിൽ നിന്ന് അങ്ങ് അറ്റം 5 ഗ്ലാസ് മേടിച്ചിട്ട് വേണം പോകാൻ. അതിപ്പോ ആലോചിച്ച് നോക്കിയേ 50 സ്ലോട്ടി അവിടെ ഒറ്റ. അത് ഇങ്ങനെയൊക്കെ വേണം പോവാനായിട്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവിടുത്തെ പാരന്റിങ് സ്റ്റൈൽ തന്നെ ഡിഫറെന്റ് അല്ലേ. ഒരു ലെമണേഡ് സ്റ്റാൻഡില് നോർമലി 2-3 പേര് കമ്പനിക്കാരെല്ലാരും കൂടെ ചേർന്നാണ് ഓരോരോ സ്റ്റാൻഡ് ഇടുന്നത്. ഒരു കുട്ടി ഷീസ് അലോൺ. ഐ തിങ്ക് ഷീ ഡസൻ ഹാവ് ഫ്രണ്ട്സ് ഓർ എനിത്തിങ്. അപ്പം ഫാദർ ഉണ്ട്. പുള്ളി കുറെ ബാക്കിൽ ഒരു ലോൺ ചെയർ ഒക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ മറ്റേ സൺബാത്ത് ഒക്കെ ചെയ്ത് പുള്ളി അവിടെ നിൽക്കുകയാണ്. ഇവള് ഫ്രണ്ടില് ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ലെമണേഡ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അനിച്ചത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പന്മാരിങ്ങനെ വന്നിരിക്കും. ലൈക്ക് വളരെ കുറവല്ലേ ഇരിക്കുമായിരിക്കും. പണ്ട് ഇപ്പൊ എന്റെ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ അമ്മമാരായിരിക്കും ഇതിനെല്ലാം കൊണ്ട് നടക്കുന്നത്. ഡാൻസിന് കൊണ്ട് നടക്കുന്നത്, പാട്ടിന് കൊണ്ട് നടക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചല്ലേ. ഇവിടെ ടേൺസ് എടുക്കും നല്ലതായിട്ട്. അപ്പൊ അതെല്ലാം തന്നെ ഡിഫറെന്റ് ആണ്. പിള്ളേരുടെ ലൈഫിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഈ ഒരു ഇത്രയും കിഡ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉള്ളപ്പം ഇപ്പൊ എന്റെ ചില ക്ലാസ്സസ് വരുമ്പം പേരൻസ് ക്ലാസ്സിലിരിക്കണം. അപ്പോൾ ചിലപ്പോൾ 2 പേരും വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പന്മാരായിരിക്കും വരുന്നത്. ആൻഡ് ഓർ ദേ ടേക്ക് ടേൺസ്. ലൈക്ക് ഒരു വീക്ക് അമ്മ വരുമ്പം ഒരു വീക്ക് അപ്പം വരും. അല്ലെങ്കിൽ 2 പിള്ളേരുണ്ടെങ്കിൽ ഒന്നിൽ അമ്മ പോവും ഒന്നിൽ അപ്പം പോവും. ആൻഡ് ദേ ഷിഫ്റ്റ്. ആ ഒരു ഇൻവോൾവ്മെന്റ് ദേ ഹാവ് ദ പ്രസൻസ് ഓഫ് ഫാദർ ആൻഡ് മദർ ഇൻ ദ ലൈഫ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമുക്കൊരു സാധനം ഓർഡർ ചെയ്യാണെങ്കിൽ, അതായത് നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് ചെറുപ്പത്തിലൊക്കെ എവിടെ പോകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഓർഡർ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് ഒരു എനിക്ക് തോന്നുന്നത് എവിടെയോ പോയിട്ട് എന്തോ ഒരു സാധനം ലേസോ എന്തോ കുഞ്ഞ പാക്കറ്റ് എന്തോ വാങ്ങാൻ അതിനും കൂടി ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ എന്താ അങ്ങനെ നമുക്കൊരു ഇതാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം എത്ര രൂപയാണ്, ഇത്ര തന്ന എത്ര ബാക്കി തരണം. അവരെന്ത് ഇപ്പൊ ഇവര് ലെമണേഡ് വിൽക്കണത് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കി കൊടുക്കാണ് വാല്യൂ. പക്ഷെ നമ്മളെ നാട്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ചെറുപ്പത്തിലെ എങ്ങനെ ലെമനേഡ് പോലെ അപ്പൊ ആൾക്കാരെന്ത് വിചാരിക്കും, സോഷ്യൽ സ്റ്റാറ്റസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളെ നാട്ടില് പിന്നെ അപ്പുറത്തെ വീട്ടുകാർ എന്നാ വിചാരിക്കും, നമ്മുടെ വീട്ടിൽ പൈസ നീ ഉണ്ടാക്കിയിട്ട് വേണം, ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഞാനൊരു കുറച്ച് അഡൾട്ട്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ അപ്പനെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ പുള്ളി ഒരു ജഡ്ജാണ്, ഒരു കോർട്ടിലെ ജഡ്ജാണ്. അപ്പൊ പുള്ളിയെ അടുത്ത് ഞാൻ നല്ല കമ്പനിയാണ്. ഇപ്പൊ അറൌണ്ട് 3 years ആയിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സസ് പ്രോഗ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ ടുഡേ ഹാവ് ടു ടേക്ക് മൈ ഡോട്ടർ ടു സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ഞാൻ പുള്ളി എന്ത് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ലൈക്ക്
ഇന്ന് അയാൾ ക്ലാസ് എടുക്കുവാണ് ഹൗ ടു ഷോപ്പിങ്ങിന് ടീച്ചർ ടു ഷോപ്പ്. പിന്നെ അപ്പം ഞാൻ ചോദിക്കാം, പുള്ളി സംസാരിക്കുമല്ലോ, അപ്പൊ സ്പീക്കിംഗ് ക്ലാസ് ആയി അതിന്റെ കൂടെ എനിക്കിത് അറിയാനും പറ്റും. അപ്പൊ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി മോളെ എടുക്കുവാണ്, കൊണ്ടുപോവാണ്, അമ്മയൊന്നുമില്ല. അപ്പൊ ബേബി കാർഡ്സ് ഉണ്ടല്ലോ അവിടെ, അവൾക്ക് പോക്കറ്റ് മണി ഉണ്ട്, അവൾ ആ പോക്കറ്റ് മണിയിൽ ഷോപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ദ തിങ്. ഷീ ചൂസ് എവറിത്തിങ്, ഷീ പേസ് ഫോർ ഇറ്റ്. എല്ലാം പുള്ളി ബാക്കിൽ വാച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ ഇതൊക്കെയാണ്, സെൽഫ് ബില്ലിങ് ചെയ്യാനും എല്ലാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ കോഫ്ലൻഡിൽ പോയപ്പോഴും ഒരപ്പം വന്നിരിക്കുക, 2 പെമ്മക്കളുണ്ട്, 2 പേർക്ക് ഓരോ കാർട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അവൾമാർക്ക് ലിസ്റ്റ് ഉണ്ട്, ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ലിസ്റ്റ്. ഓക്കെ ഓരോരോ സാധനം എടുക്കുന്നു. ദാറ്റ്സ് റിയലി നൈസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ കുഞ്ഞു ഏജിലാണ്. അതാണ് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ചെറിയൊരു കാർട്ട്, ഒരു കൊടി ഞാൻ എടുക്കാൻ വിചാരിക്കലുണ്ടാകും ഒരു വട്ടം. ഞാൻ ഒരു വട്ടം എടുക്കാൻ ചിലതിലൊക്കെ വലുതുണ്ട്, ചിലത് കുറച്ച് വലുതുണ്ട്, സൈസസ് ഉണ്ട്. അതെ, കൊടി കണ്ടുപിടിക്കാനാണ് എവിടെയാണ് ആളെന്നുള്ളത്. ബട്ട് ഇറ്റ്സ് നൈസ്. അത് ഇവിടുത്തെ പാരന്റിങ് സ്റ്റൈൽ ഞാൻ ശരിക്കും അഡോർ ചെയ്യുന്നൊരു പാരന്റിങ് സ്റ്റൈലാണ്. എത്രയൊക്കെ ഇപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞാലും അവർ പറയും യൂറോപ്പാണ്, ലൈഫ് സ്റ്റൈലൊരു വ്യത്യാസമാണ്, യൂറോപ്യൻ അവരുടെ എന്താ അച്ഛനും അമ്മയുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ കണ്ടല്ലോ. പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. പിള്ളേരെ കൊച്ചിലെ കേപ്പബിൾ ആക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് തന്നെ ഇപ്പൊ നമ്മളെയൊക്കെ വളർത്തിയത് ഓരോ മോറൽ വാല്യൂസിലാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പേരൻസിന്റെ എക്സാക്ട് മോറൽ വാല്യൂസിലാണ് നമ്മൾ ജീവിക്കുന്നത്. വി ചൂസ് വാട്ട് ഇസ് റൈറ്റ് ഫോർ അസ്, വാട്ട് ഇസ് റോങ് ഫോർ അസ്. അപ്പൊ നമുക്ക് പിള്ളേരുണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്, ആൻഡ് ഇറ്റ്സ് അവരുടെ ചോയ്സ് ആണ് വാട്ട് ദേ വാണ്ട് ഇൻ ലൈഫ്, എന്ത് മോറൽ വാല്യൂ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ മോറൽ വാല്യൂ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോ മാറും. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ പാരന്റ്സ് ഇപ്പൊ അടുത്ത് തായ്ലാന്റ് ട്രിപ്പ് പോയിരുന്നു. അപ്പൊ അവിടെ അമ്മ നടക്കുമ്പോ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ എന്താ ഇങ്ങനെ തായ്ലാന്റിൽ അവിടെ ഹുക്കേഴ്സും അങ്ങനെ കൾച്ചറൊക്കെ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇതെന്താ ഇവിടുത്തത്. അപ്പൊ അമ്മ വിയർഡായി അമ്മയ്ക്ക് തോന്നി. അമ്മനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ജീവിക്കുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയിലെ മോറൽസ് അവിടെ നമ്മൾ കാണുന്നതും വേറെയാണ്. തായ്ലാന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ, അത് അവിടുത്തെ അതെ മോറൽസ് എന്നൊക്കെ പറയുമ്പോ ഓരോ ഇത് മാറും. അത് മാറുമ്പോ അതിന് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതാവും, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ ഒരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരും നമുക്ക് ജീവിക്കാൻ പ്രിപ്പയർ ആക്കിപ്പിക്കാന്നല്ലേ പാരന്റിങ്ങിന്റെ ഹോൾ പോയിന്റ്. നമ്മുടെ 4 പേരും തന്നെ എടുത്തു നോക്കെ, നമ്മള് ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് രീതിയിലാണ് ജീവിച്ചോണ്ട്, നമ്മൾ ചിന്തിച്ച രീതികൾ എന്താണ്, ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. ലൈക്ക് വാട്ട് ഓൾ ഹാസ് പ്രോഗ്രസ്ഡ്, വാട്ട് ഓൾ സ്റ്റേസ് സെയിം, വാട്ട് ഓൾ യു റിയലൈസ് ലൈക്ക് ഓ ഇത് ഞാൻ ചെയ്തു ഫോളോ ചെയ്തോണ്ടിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു. നല്ലൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാല്, ഞാനിപ്പോ ഇവിടെ വരുമ്പോ നമ്മള് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുള്ളൂ. എന്ത് ഒരു മുട്ടായി ദൂരാണെങ്കിൽ വേസ്റ്റ്, നാട്ടിലാണെങ്കിൽ അങ്ങനല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ഞാൻ കാറിലിരുന്ന് മുട്ടായി കഴിക്കാം, അങ്ങോട്ട് പുറത്തേക്ക് ഇടാൻ തോന്നുന്നില്ല. ഐ മീൻ ലൈക്ക് ഞങ്ങളുടെ ഒരു പ്ലാസ്റ്റിക് കവർ കാറിനുള്ളിൽ വെച്ചിട്ട് ഒക്കെ അതിൽ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഡിസ്പോസ് ചെയ്തു. അവിടെ വീട്ടിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലാസ്റ്റിക് ഈ കവറിൽ മൊത്തം പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ അല്ല അവിടെ, അത് ഡിഫറെന്റ് ടോപ്പിക്. കളക്ട് ചെയ്ത് പബ്ലിക് പ്ലേസിൽ ഇട്ടില്ല. അല്ല നല്ല അത് സത്യല്ലേ. അതാണ് ഇപ്പൊ റോസ് പറഞ്ഞില്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കാരണം അത് നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കൂല. അഗൈൻ ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്പം ഇവിടെ നമ്മൾ നോർമൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും വേസ്റ്റ് ഡിസ്പോസലും ഗാർബേജ് ഡിസ്പോസലിനും പൈസ കൊടുക്കുന്നത്. വി അക്സെപ്റ്റ്. നാട്ടിൽ ഇപ്പം ഹോർട്ടിക്രോപ്പ് ആണല്ലോ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ അവിടെ മുനിസിപ്പാലിറ്റിന്ന് ഹോർട്ടിക്കോർപ്പാണോ അതോ വേറെ എന്തോ ഐ ഡോണ്ട് നോ, മുനിസിപ്പാലിറ്റി. അപ്പൊ അവര് പൈസ ചോദിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് പിന്നെ വേസ്റ്റോടാണ് ഇത്രയും പൈസ ഞാൻ തരാൻ, ഞങ്ങൾ അങ്ങോട്ടല്ലേ വേസ്റ്റ്. അപ്പൊ ഞാൻ പറയാം മമ്മി വേസ്റ്റ് കളയണ്ട, പിന്നെ എന്നാ ബാക്കിലെ പറമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കത്തിക്ക് തീരാന്നേ ഉള്ളു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇതേ സെയിം തിങ്ങില്, എന്തിനാ വേസ്റ്റിന് ഇത്രയും പൈസ കൊടുക്കുന്ന വേസ്റ്റ് കളയാനായിട്ട്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മള് ചോദിക്കുന്നുണ്ടോ അഡ്മിനിസ്ട്രേഷന് ഗാർബേജ് ഡിസ്പോസൽ ഇല്ലേ എന്നാണ് ആദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. നമ്മള് വളർന്നു വന്ന രീതിയും ആൾക്കാർ ചെയ്യുന്ന കോൺസെപ്റ്റ്. ഇപ്പൊ നാട്ടിൽ എന്താ വേസ്റ്റ് എല്ലാം കൂടെ ബാക്കിലിട്ട് കൂട്ടി കത്തിക്കുന്നു. പക്ഷെ ഇതിന് വേറെ ഇമ്പോർട്ടന്റ് അതിന് മാത്രമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിലുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നാട്ടിലിപ്പോ ഞാൻ ഇതിലായിട്ട് നല്ലൊരു വേസ്റ്റ് ബാസ്കറ്റ് പബ്ലിക് വേസ്റ്റിൽ ഞാൻ കണ്ടില്ല. സത്യല്ലേ? ഐ മീൻ ലൈക്ക് ദ പ്ലേസ് വേർ ഐ ലിവ്, ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. മേ ബി കൊച്ചി പോലത്തെ വലിയ ഇതിലുണ്ടാവും. മുനിസിപ്പാലിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ
വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചാലും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. അവിടെയാണ് റോസ് പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഉള്ളൊരു ഈ ശീലം ഒരു സൈക്കോളജിക്കലി അവർക്ക് മനസ്സിലാക്കുക അത് അവിടെ ഇടേണ്ടത് വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് അത് നമ്മള് ഇപ്പം സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കൂളാണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ടീച്ച് മൈ കിഡ്സ് ഡിസിപ്ലിൻ ഓർ അത് ദേ ഷുഡ് ലേൺ ഫ്രം ദർ സ്കൂൾ എന്നുള്ളതാണ്. പക്ഷെ ആസ് എ ടീച്ചർ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഇപ്പൊ ക്ലാസ്സിൽ കട്ടിങ്ങും ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് കിഡ്സ് ടെൻ ടു ലീവ് എവറിത്തിങ് അവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പൊ ഞാൻ പറയും നോ ദർ ഇസ് എ ട്രാഷ് ക്യാൻ. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ സ്കൂളിന്റെ ഓണറായിട്ട് പറഞ്ഞത് എവറി ക്ലാസ് ഷുഡ് ഹാവ് എ ട്രാഷ് ക്യാൻ. വെക്കാതിരിക്കാൻ പറ്റത്തില്ല, അത് എപ്പോഴും എം ടി ചെയ്തിരിക്കണം. ഞാൻ തന്നെ വന്ന് നോക്കും, എം ടി അല്ലെങ്കിൽ ഞാൻ തന്നെ എം ടി ചെയ്യും. അങ്ങനെ ടെൽ ദം അതൊരു ഞാനൊരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കും, പിക്കിംഗ് അപ്പ് ദ ട്രാഷ്. അപ്പം അത് അവര് പഠിച്ചു വെച്ചാൽ ആ ഒരു സമയത്ത് അവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ത്രൂ പ്രാക്ടീസ് ഉള്ളിതില്ല. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ ഇന്ന് വേസ്റ്റ് ഇടണം എന്ന് പറഞ്ഞാൽ അവൻ വേസ്റ്റ് ഇടത്തില്ല. ഇറ്റ് ടേക്സ് ദം ടൈം ടു ലേൺ ആൻഡ് പ്രാക്ടീസ്. അപ്പൊ അത് റിപ്പീറ്റേറ്റീവ്ലി നമ്മള് വീട്ടിലും എവിടെയും ചെയ്താൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു ക്ലാസ് എടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് മേക്ക് ഡിഫറൻസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും വേണം. ഇപ്പൊ ഒരു കുട്ടി വേസ്റ്റ് കളഞ്ഞു, ഈ വേസ്റ്റ് കളയണത് അവിടെ ആ ഒരു ആക്ടിവിറ്റി തീരുകയാണ്. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ശരിക്കും അത് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ഈ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാ പോകണമെന്നും കൂടി ആലോചിക്കണം പലരും. ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ ഇവിടെ ശരിക്കും കുപ്പിച്ചില് വേറെ, പ്ലാസ്റ്റിക് വേറെ, ഗ്ലാസ് വേറെ, പ്ലാസ്റ്റിക് വേറെ, ബയോ, ബാറ്ററി, അങ്ങനെ പല സെഗ്രിഗേഷൻ ഉണ്ടല്ലോ. അപ്പൊ പണ്ട് ഞാൻ വർക്കുന്ന ജോലിയിൽ നമുക്ക് വർക്കിന്റെ അതിൽ ശ്രദ്ധിക്കാന്ന് ഞാൻ തോന്നിമാരൊക്കെ ഇടും. പിന്നെ ഒരു വട്ടം ഇത് വേസ്റ്റ് കൊണ്ടുവന്ന് എടുത്ത് കളയുന്ന ആളുടെ കൈ മുറിഞ്ഞിട്ട് അവരെല്ലാരും വൃത്തിയാക്കി ഇതിങ്ങനെ മറ്റേ കെട്ടിട്ട് ഫസ്റ്റ് എയ്ഡ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ ഞങ്ങളൊപ്പമുള്ള ഞാനും വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ക്ലബിലായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇതാണല്ലേ ഇവര് മാറ്റിയിടുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പൊ ആ ഒരു സെൻസും എപ്പോഴും വേണം. ഇപ്പൊ അതായത് പ്ലാസ്റ്റിക് നമ്മൾ ചില സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇതാവില്ല, ഡീഗ്രേഡ് ആവില്ല. അപ്പൊ അതിന് പ്രോപ്പർ റീസൈക്ലിംഗ് വേണം. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ അങ്ങനെ എടുക്കുന്ന സമയത്ത് അവരെ കൈ മുറിയും, ഹാംഫുൾ ആവണം. അതും ഒരു ആൾക്കാർക്ക് മനസ്സിലാവണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം നാട്ടില് അങ്ങനെ ഒരു ഇതുണ്ടോ? എങ്ങനെയാണ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആവല്ലേ നാട്ടില്? സെഗ്രിഗേഷൻ ഒക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലോട്ടാണെങ്കിൽ സെഗ്രിഗേഷൻ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ സെഗ്രിഗേറ്റ്. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഗ്ലാസ് ഒക്കെ പൊട്ടിട്ട് ഇടുകയാണെങ്കിൽ അതിനെന്തെങ്കിലും റാപ്പ് ചുറ്റിട്ട് എല്ലാം ചെയ്യാം. പക്ഷെ അവര് വന്നിട്ട് ജസ്റ്റ് ഈ ബാസ്ക്കറ്റ് കളക്ട് ചെയ്തിട്ട് പോകുന്നത് മാത്രമാണ്. പക്ഷെ അതും അഗൈൻ അത് അവരെവിടെയെങ്കിലും കൊണ്ട് ഡംപാണ് ചെയ്യുന്നത്. അതിന്റെ പ്രശ്നം വേറെ നടക്കുന്നുണ്ടല്ലോ നാട്ടില്. ഇപ്പൊ അടുത്തല്ല ഒരു 2 വർഷം മുന്നേ അല്ലേ എവിടെയോ കത്തി ചെയ്ത് ഒരു വേസ്റ്റ് കത്തിയിട്ട് എത്രയോ ദിവസം കത്തി നിന്നിട്ട് ടോക്സിക് ആയിട്ടുള്ള സാധനം എന്തായാലും അത് അണയ്ക്കാനും കൂടി പറ്റിയില്ല അവർക്ക് കുറെ കാലം. നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ചിലപ്പോ നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോ കാണാൻ ഓരോ സിറ്റിക്കും ഇങ്ങനെ ഒരു ഡംസ്റ്റർ സ്ഥലം ഉണ്ടാവുമല്ലോ. സ്പോട്ട് ഉണ്ടാവും. ആ ഏരിയയിലൊക്കെ സ്ഥലത്തിന് വിലയും കുറവാവും. എന്താണത്? അപ്പൊ അതെ, അപ്പൊ സ്റ്റുഡൻസിനെ പറ്റി ആ ഒരു പെർസ്പെക്റ്റീവ് പറയാൻ നല്ല രസമുണ്ട്. ഇപ്പൊ നമുക്ക് ഒരിക്കലും ചെറിയ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള അവരെങ്ങനെയാ പൊതുവെ നമ്മളെക്കാട്ടും സ്മാർട്ടാണോ? അതായത് നമ്മുടെ ചെറുപ്പകാലത്തെക്കാളും സ്മാർട്ടാണ്. ഓഫ്കോഴ്സ് ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ എനിക്കൊന്ന് ഇവിടുത്തെ പിള്ളേർ കുറച്ചുകൂടെ റെസ്പെക്റ്റീവ് ആണെന്നോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെന്നുള്ളതിന് ഒരു റെസ്പെക്ട് അവർ നന്നായിട്ട് തരുന്നുണ്ട്. അത് മേ ബി ഞാൻ ടീച്ചർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് നമ്മുടെ ഇപ്പൊ ഞാൻ ആലോചിക്കും, ഞാനൊക്കെ കൊച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ മോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പൊ ഐ റിഗ്രറ്റ്. ഞാനൊരു ക്ഷമാപണം ബട്ട് സ്റ്റിൽ ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കാണുന്നത് വളരെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നെ മോക്ക് ചെയ്യാനായിട്ട്. ബിക്കോസ് എനിക്ക് പൊളിച്ചു മനസ്സിലാവില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ ചിരിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കല്ലേ ഉള്ളൂ. ബട്ട് അങ്ങനെയുള്ളതെന്ന് എനിക്ക് ഇതുവരെയും 4 years പ്ലസ് ഡൗൺ ദ ലൈൻ ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് നമ്മളെപ്പോഴും പറയത്തില്ല ലൈക്ക് ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് ഭയങ്കര പാട്. നമ്മൾ പറയുന്നില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീനേജേഴ്സ് ആണ്. ഐ റിയലി ലവ് ദം, ദ വേ ദേ റെസ്പെക്ട്, ദ വേ ദേ ക്യൂരിയസ് അബൌട്ട് അസ്. ആൻഡ് നമ്മൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും കാണിക്കുന്ന ഒരു പേഷ്യൻസ് എന്റെ ഇപ്പോഴത്തെ ഞാൻ മുമ്പ് കുഞ്ഞു പിള്ളേരാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 3 year old 4 year olds ആയിരുന്നു. ഇപ്പൊ ഞാൻ ഒരു എക്സ്ട്രാ 2-3 സർട്ടിഫിക്കേഷനും കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ ക്വാളിഫൈഡ് ടു ടീച്ച് ടീനേജേഴ്സ് ആണ്. അപ്പൊ എനിക്ക് ഇപ്പോൾ ഉള്ള ക്ലാസ്സസ് മെജോറിറ്റിയും ടീനേജേഴ്സ് ആണ്. ഒരു 13 to
16 പ്രായം. എനിക്ക് അവര് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. പക്ഷെ മീൻവേൽ ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ദേ ആർ ഓൾസോ ഫൺ. അവിടെ ഫൺ പെർസ്പെക്റ്റീവ് ആണ് അത്. ചില ദിവസമൊക്കെ എനിക്ക് ആദ്യത്തെ ക്ലാസ് 3 വയസ്സുകാരുടെ ആയിരിക്കും, അത് കഴിഞ്ഞ് പെട്ടെന്ന് ജമ്പ് ചെയ്യുന്നത് 15 year oldsന്റെ ആയിരിക്കും. അപ്പം ഈ 3 year oldsന് നമ്മള് മറ്റേ പൂച്ച കാക്ക ആക്ഷനൊക്കെ വിളിച്ചിട്ട് 13 year oldsന് പെട്ടെന്ന് മൈൻഡ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ അവർക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എ യങ് ടീച്ചർ, അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവില് കണക്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടുള്ളത് എന്റെ ബ്രദറിന് 2 പിള്ളേരുണ്ട്. അവര് ദേ ആർ ലൈക്ക് 10-13 അവർ ഏജ്. അപ്പൊ അവരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ താഴോട്ട് ഇറങ്ങും. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഇത് എങ്ങനെയാന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഇപ്പൊ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിലും ഐ ട്രൈ ടു ഗെറ്റ് ടു നോ ദം, അവരുടെ രീതി എന്താണ്. ആൻഡ് ദാറ്റ് റിയലി വർക്ക്സ്. എനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് ഫസ്റ്റ് ഫ്യൂ ലെസൺസ് മോർ ദാൻ ടീച്ചിങ് ഐ എം ട്രൈങ് ടു നോ ദം, ദെയർ ഹാബിറ്റ്സ് ആൻഡ് ഓൾ. ആൻഡ് പിന്നെ ലേറ്റർ ഓൺ നമ്മൾ അവരുടെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇപ്പൊ അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഫോർ എക്സാമ്പിൾ സൂഷി പറഞ്ഞ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കും. ആൻഡ് ലേറ്റർ ഓൺ ഫുഡിന്റെ കാര്യം യുവർ ഫേവറേറ്റ് ഫുഡ് സൂഷി, അവർക്കും അതൊരു അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുഞ്ഞു പിള്ളേരാണെങ്കിൽ ദർ ലൈക്ക് നമ്മൾ പറയുന്നതിൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ദർ ലൈക്ക് സോ നമ്മളെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്തോ ഒരു ദൈവം പോലെയാണ് അവർ കാണുന്നത്. ദർ ലൈക്ക് വെരി ആക്റ്റീവ് ആൻഡ് വെരി ഫൺ ആൻഡ് ഭയങ്കര ടാൻഡ്രംസോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ നമ്മൾ നാട്ടിൽ എപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. ക്ലാസ്സിലോട്ട് വരുന്നതാണ് ചാടിത്തുള്ളിയൊക്കെ വരുന്ന കാണുമ്പോഴേ ഹായ് ഇന്നത്തെ ദിവസം നല്ലതാ. എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന സാധനമായിരുന്നു ടാൻഡ്രംസ്, മൂഡ് സ്വിങ്സ് ആയിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലെന്ന്. ബട്ട് ദേ ഓൾ കം സോ ഹാപ്പി. അതിന് അവരുടെ പേരൻസിനോട് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടല്ലേ അവര് വരുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി കാണുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര ടയർഡ് ആണെങ്കിലും അവര് ക്ലാസ്സിലോട്ട് ഓടിച്ചാടി വരുന്ന എനർജി കാണുമ്പോഴത്തേക്കും ഒക്കെ ഞാൻ പമ്പ്ഡ് അപ്പ് ആവും, എക്സൈറ്റഡ് ആയിട്ട്. അവരുടെ പഠിത്തം മാത്രമല്ല കളികളും അങ്ങനെ. ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ദർ റെസ്റ്റ്ലെസ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ആദ്യം എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നാട്ടില് ഞാൻ കുറച്ച് ഒരു 3 to 4 ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു. അതുകൂടെ ഞാനൊരു കിൻഡർ ഗാർഡനിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, പ്രീ സ്കൂളിൽ. അപ്പൊ എനിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ ഇരിക്കുന്നു, ക്ലാസ് എടുക്കുന്നു. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ മെത്തഡോളജി ഈസ് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടേബിൾ, യു ഡോണ്ട് ഹാവ് ചെയർ, യു ഡോണ്ട് ഹാവ് ബോർഡ് ഓർ എനിത്തിങ്, യു ആർ സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ. കാർപ്പറ്റിലിരിക്കുന്നു, കിഡ്സ് ക്യാൻ സിറ്റ്, ലൈ ഡൗൺ, ജംപ്, റൺ, എന്ത് വേണമെങ്കിലും. അറ്റ് ദി എൻഡ് അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന സാധനം അവർക്ക് മനസ്സിലായെന്നുള്ളൊരു ഇത് മാത്രം മതി. എങ്ങനെ വേണം. എന്റെ ക്ലാസ് അങ്ങനെയാണ്. എന്റെ ചില പിള്ളേർ കിടക്കുന്നതായിരിക്കും, ചില പിള്ളേർ ഓടുന്നുണ്ടാവുമായിരിക്കും, ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടാവും, ചിലവര് ഇരിക്കുന്നുണ്ടാവും, ചിലവര് നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇത് ആദ്യം എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആവുമായിരുന്നു. എല്ലാവരും ഇരിക്കണം, എല്ലാവരും ഇരുന്നേ പറ്റൂ. അങ്ങനെ ചെയ്യാന്ന് നോക്കിയപ്പോൾ ഇവര് ഭയങ്കര റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. ആൻഡ് എല്ലാ ഫുൾ 45 minutes ആയിരിക്കും എനിക്ക് കുഞ്ഞു പിള്ളേരുടെ ക്ലാസ്. അപ്പം 45 minutes ദേ ഹാവ് ടു സിറ്റ് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ വന്നത് ഇവിടെ. കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ഹാവ് ടു ഓൾട്ടർനേറ്റ്. ഒരു ആക്ടിവിറ്റി ഞാൻ ഇരിക്കുന്ന ചെയ്താൽ അടുത്ത ആക്ടിവിറ്റി ഞാൻ അവരെ ഓടുന്ന ചെയ്യിക്കണം. അവർക്ക് അവരുടെ അറ്റൻഷൻ സ്പാൻ അങ്ങനെ അങ്ങ് പോകും. ആൻഡ് ലീവ് ദം ടു ബി. അവരിയ്ക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ, കിടക്കുവാണെങ്കിൽ കിടക്കട്ടെ. എന്റെ ടീനേജേഴ്സ് മിക്കപ്പോഴും കിടന്നാ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഞാനും കിടക്കും. അപ്പൊ ഞാൻ ഞാനൊരു ബീൻ ബാഗ് എടുത്ത് ഞാനൊരു സൈഡിൽ കിടക്കും, അപ്പുറത്തെ എല്ലാം നിരത്തിയിട്ട് കിടക്കുന്നുണ്ടാവും. ബട്ട് അത് അവരുടെ കംഫർട്ടബിലിറ്റിയിലിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്കും they are not forced to learn. നമ്മള് നാട്ടിലൊരു സാധനമില്ല, കിടന്ന് പഠിച്ചു കഴിഞ്ഞാ മനസ്സിലാവില്ല, ഉറക്ക വായിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയതിൽ ഞാൻ എല്ലാം നാട്ടില് എന്റെ മമ്മി പഠിപ്പിച്ച രീതി ഞാൻ നോക്കി, എന്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു, ഞാൻ എല്ലാ മെത്തഡോളജി ഇറക്കിയിട്ട് അവസാനം എനിക്ക് മനസ്സിലായി അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മള് കുറെ ഒന്നും അവരെ ബോധർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ they'll come to our couple of classes കഴിഞ്ഞിട്ടായാലും ആണെങ്കിലും they'll come to നമ്മുടെ രീതിക്ക് and they'll learn. പിന്നെ എൻഡ് ഓഫ് ദ ഡേ പഠിച്ചോ അല്ല ആണല്ലോ മാത്സ്. എനിക്കൊരു കുട്ടിയുണ്ട്, അവള് എക്സ്ട്രീം ഹൈപ്പർ ആണ്. എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 minute ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ആലോചിക്കും ഇതിന്റെ സ്വിച്ച് എവിടെയെങ്കിലും ഓഫ് ചെയ്യാൻ പറ്റും. വരുമ്പോഴേ ഇങ്ങനെ ഈ ഞാൻ ചില സമയത്ത് എന്റെ പില്ലൊക്കെ എന്റെ നേർക്കായിരിക്കും. അപ്പൊ ഞാൻ കഥോണ്ണേ ഞാൻ ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പം ആദ്യമൊക്കെ ഐ തോട്ട് ലൈക്ക്
ഷീസ് നോട്ട് ഗോണ ലേൺ, ഷീസ് ജസ്റ്റ് ഗോണ യുനോ ഇത് തന്നെ ആയിരിക്കും, ഈ ഒരു ബഹളം തന്നെ ആയിരിക്കും എന്ന് വെച്ചു. പക്ഷേ ലേറ്റർ എനിക്ക് മനസ്സിലായി, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഈ ഓട്ടത്തിനിടയിൽ ആൻസർ വരുന്ന അവള് മാത്രമായിരിക്കും, ബാക്കി ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ റോസ് എന്തോ പറയാനുള്ള രീതിയിൽ. പക്ഷെ ഈ ഓടുന്നവള് അവൾക്കാണ് എല്ലാം അറിയാവുന്നത്. അവൾ ഇപ്പൊ കൗവിന്റെ പടം കഴിച്ചാൽ ബാക്കി എല്ലാവരും പോളിഷിൽ ക്രോവാന്ന് പറയും, ഇവള് മാത്രം കൗ എന്ന് പറയും. അപ്പൊ ഞാൻ ഇത് ഓട്ടത്തിനിടയിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആൾക്കാര് എല്ലാരും സിംബനെ കണ്ടിട്ട് റോസ് ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ഹോളി ഹാബിറ്റാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ പൂച്ച, ഈച്ച, എല്ലാ സ്ഥലവും ഉണ്ട്. ഇപ്പൊ പട്ടിയുണ്ട്. ഇതാണ് സിംബ. എന്റെ ചാനൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിംബ ഭയങ്കര സുപരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും. രണ്ടുപേർക്കും സിംബയെ പേടിയാണ്. പട്ടികളെ പേടിയായിരുന്നു, പക്ഷെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എന്താ സിംബയെ കുറിച്ച് പറയാനുള്ളത്? ആളൊരു മാന്യനാ ശരിക്ക്. അല്ല, അതുകൊണ്ടാണ് സിംബ ഇപ്പൊ എണീറ്റ് വന്നപ്പോ അവിടെ രണ്ടുപേരും ഐസായിട്ട് ഇങ്ങനെ ഇരുന്നത്. എന്താ അപ്പൊ ക്യാമറയിൽ കിട്ടിയ അങ്ങനെ. അതെ, ഹോളി ഹാബിറ്റാറ്റിലെ പാർട്ടാണ്. ക്യാമറ നോക്കി. ഗുഡ് ബോയ് ആണല്ലേ? അല്ല, ഞാനപ്പോ ഇതിനെ പറ്റി അഡ്രസ് ദ എലിഫന്റ് ഇൻ ദ റൂം. സിംബ എത്ര കാലമായി ഇപ്പൊ റോസിന്റെ ഒപ്പം? അറൌണ്ട് 4 years. ഈ സെപ്റ്റംബർ 29th ആയപ്പോ 4 years കംപ്ലീറ്റ് ചെയ്തു. ഇതല്ല കുഴപ്പമില്ല, മൈക്കൊക്കെ സീനില്ല. ഓക്കെ, അപ്പൊ ചെറിയൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചു. സിംബ വന്നിട്ട് സിംബ എല്ലാത്തിനും നേരെ ഷൂട്ട് ചെയ്താല് സിംബ ഇച്ചിരി ദേഷ്യപ്പെട്ടു അല്ലേ, ഒക്കെ തട്ടിയിട്ടു. ഗുഡ് ബോയ്. പക്ഷെ ആള് മാനേനാ. കേട്ടാത്തത് കൊണ്ട് അതിന്റെ പ്രതിഷേധത്തിൽ തനിയെ വന്ന് കയറിയിരുന്നതാ. യെസ്, അപ്പൊ ഇതാണ് സിംബ. അവനിപ്പം 4 years and 7 to 8 months. എനിക്ക് കിട്ടിയത് 7 months ഉള്ള സമയത്താണ് ഞാൻ റെസ്ക്യൂ കം അഡോപ്ഷൻ ആണ് ചെയ്തത്. ഇതാണ് സിംബ. ഈ ഡോഗ് റെസ്ക്യൂ ചെയ്യണത് കുറെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? റെസ്ക്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ വോളണ്ടിയറിങ്ങിനൊക്കെ ആയിട്ട്. കുറച്ച് നാള് ഷെൽട്ടേഴ്സിലൊക്കെ വോളണ്ടിയർ ചെയ്യാറുണ്ടായിരുന്നു ബാക്ക് ഇൻ ഊച്ചില്. പക്ഷെ ഇപ്പം ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ആൾക്കാരെ. ഇഫ് ഐ സീ സം ഡോഗ്സ് എന്തെങ്കിലും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്ട്രീം ആനിമൽ ലവർ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം ഇതേപോലെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടും. ഒരു പ്രാവശ്യം ഏതോ ഒരു ഹൈവേയില് ഒരു പട്ടി റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ വണ്ടി ചവിട്ടി ഇറങ്ങി അതിനെ നോക്കാനായിട്ട് പോയി. ആ പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചു. കടിക്കാൻ ഓടിച്ചു. അങ്ങോട്ട് ചെന്ന് ഞാൻ മോനു വരുന്നോന്ന് വെച്ചത് അത് ഇങ്ങോട്ട് ഗ്രൗളാ ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി നെക്സ്റ്റ് അവിടെ കടി കിട്ടും. അങ്ങനെ ഇപ്പൊ ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീംസ് ആയിട്ട് കണക്ട് ചെയ്യും. ഡോഗ്സ് ഹു നീഡ് ഹെൽപ്പ് ഓർ ആനിമൽസ് ഹു നീഡ് ഹെൽപ്പ് അത് വേറെ ഫൗണ്ടേഷൻസിൽ എത്തിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻസിൽ അറിയിക്കും. ആൻഡ് ഫൗണ്ടേഷനിലുള്ളവരായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഒരു റാപ്പോ ഉണ്ട്. സോ വെൻ ദേ ഹാവ് സംതിങ് ഓവർ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബേസിക്കലി. ഇപ്പൊ ലൈവായിട്ട് ഇറങ്ങി റെസ്ക്യൂ അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. കുറെ പണികളുണ്ടാണ്. ഇതേപോലെ ഒരു പ്രാവശ്യം റോഡില് ഒരു വില്ലേജില് ഞാൻ കാറിൽ പൊക്കോണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ അവിടെ ട്രിപ്പ് പോയിട്ട് വരികയാണ്. അപ്പൊ ഒരു റോഡ് സൈഡിൽ കൂടെ ഒരു പട്ടി ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ട്രേസ് നോർമൽ, നോർമൽ അല്ലല്ലോ. അപ്പൊ ഐ വാസ് ലൈക്ക് അയ്യോ അതിനെ കളഞ്ഞു പോയതാ, ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നു. ഞങ്ങളൊരു വില്ലേജ് ആണത്. അവിടെ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ടിട്ട് ഞാൻ പട്ടിയുടെ പുറകെ നടക്കുകയാണ്. പട്ടി എന്നെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പട്ടിയുടെ കാര്യം ഇരിക്കും നടക്കുന്നു, ഞാനിതിന്റെ പുറകെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളിലൊരു പുള്ളിക്കാരൻ വന്നു, ഒരു പോളിഷുകാരൻ വന്നു. പോളിഷുകാരൻ വന്നിട്ട് ഞങ്ങളിങ്ങനെ വാച്ച് ചെയ്യാം. ബിക്കോസ് ഞാനും ഉണ്ട് അവിടെ, അങ്ങനെ ഫോറിനേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും ഉണ്ട്. അവര് ഫോറിനേഴ്സ് ഉണ്ട്. അതെ, താങ്ക് യു സിംബ. ഫോറിനേഴ്സ് ഒന്നും ഇല്ല. അവര് വന്നിട്ട് ഞങ്ങളിങ്ങനെ വാച്ച് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഈ പട്ടിയുടെ പുറകെ നടക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെ ആൾക്കൂട്ടം വന്നു. അത് ആ ഏരിയയിലെ നോർമൽ പട്ടിയാ, കമ്മ്യൂണിറ്റി ഡോഗാണ്. അത്
അവര് വിചാരിച്ച് ഞങ്ങളേതോ ഫോറിനേഴ്സ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്, അവിടെ ആള് കൂടിയതാ ഞങ്ങളെ തല്ലാനായിട്ട്. പറഞ്ഞു സ്ഥലം വിട്ടോ ഞങ്ങള് ജീവനും കൊണ്ടുപോടിയോ. എന്റെ ബോയ്ഫ്രണ്ട് ഉണ്ട്, ഇനി മേലാ നീ റെസ്ക്യൂ ആകുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പറ്റും, ഏതെങ്കിലും പട്ടി ഉണ്ടെങ്കിൽ അത് അതുവഴി നടന്നോട്ടെ. സിംബാനല്ലേ നമ്മൾ എന്തൊരു അടിപൊളി ട്രെയിൻ ചെയ്തിട്ടുള്ള പട്ടി. എനിക്ക് ഭയങ്കര പൊതുവെ പട്ടികൾ ഭയങ്കര സിംബയ്ക്ക് മലയാളം മനസ്സിലാവും കേട്ടോ. സിംബയ്ക്ക് ഇപ്പൊ സിംബ മലയാളമേ സുന്ദരിയെ നോക്കിക്കൊണ്ടിരിക്കുക. സുന്ദരി അവിടെയാ, സുന്ദരി വഴിക്ക് വന്നിട്ടില്ല. അല്ല സിംബാനെ പറ്റി എന്താണ്? എനിക്ക് പൊതുവെ പട്ടികളെ ഭയങ്കര പേടിയത് ഞാൻ മാത്രമല്ല, പട്ടിയും സുന്ദരിയും വേറെ കാര്യം, അത് വേറെ സ്റ്റോറി. പക്ഷെ സിംബ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ കുറച്ച് സമയം എടുത്തു ഒന്ന് റെഡി ആവാം, പക്ഷെ സിംബ ഇസ് റെഡി. അത് അവൻ ഫ്രണ്ട്ലി, ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഹീസ് നോട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ അവന്റെ ജീൻസിലുണ്ട്, ഹീസ് നോട്ട് എ ആൽഫ ഡോഗ്. ജീൻസ് ഇട്ടിട്ടില്ലല്ലോ അഡോപ്റ്റ് അതെ. അപ്പൊ ഹീസ് നോട്ട് ആൽഫ ഡോഗ്. അപ്പൊ അതുകൊണ്ട് അത്ര ഡോമിനൻസ് അവനില്ല. പിന്നെ അതേപോലെ തന്നെ അവന് ഞാനൊരു റാപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹി നോസ് ഐ എം ഹിസ് മാസ്റ്റർ. ഞാനാണ് അവന്റെ ആൽഫ. അപ്പൊ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് നോ അങ്ങനെ പറയുന്നത്. അപ്പോൾ എവറിബഡി വിൽ തിങ്ക് ഞാൻ അവനോട് റൂഡ് ആവുന്നതാണെന്ന്. ബട്ട് ഐ എം ബീയിങ് ഹിസ് മാസ്റ്റർ, ഐ എം ബീയിങ് ഹിസ് ആൽഫ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആൽഫ എന്നൊക്കെ ആദ്യമായിട്ട് ഇന്ന പോലത്തെ ആൾക്കാരുണ്ടാവില്ല, പട്ടിനെ കുറിച്ച് ഒരു ABCD അറിയാത്ത ആൾക്കാർ ആൽഫ എന്നൊക്കെ കേൾക്കുമ്പോ എന്ത് സംഭവം. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് എന്താ ഡോഗ്സിൽ ആൽഫ? ബിക്കോസ് ഡോഗ്സ്, വുൾഫ്സ് ഇതെല്ലാം പാക്ക് ആനിമൽസ് ആണ്, പാക്ക് മെന്റാലിറ്റി ആണ്. അപ്പം ഐ ആം ഹിസ് പാക്ക്, അങ്ങനെയുള്ള. ആൽഫ ഇസ് ദ വൺ ഹു ലീഡ്സ് ദ പാക്ക്. അവരാണ് പ്രൊട്ടക്ട് ചെയ്യുന്ന പാക്കിനെ, അവരാണ് പാക്കിനെ മൊത്തത്തിൽ നോക്കുന്നത്. ദേ ആർ ദ മെയിൽ ഇൻ ദ പാക്ക്. മെയിലാണ് എപ്പോഴും ആൽഫ ആയിരിക്കുന്നത്. ദേ ആർ ദ മെയിൽ ഇൻ ദ പാക്ക് ആൻഡ് ദേ ലുക്ക് ആഫ്റ്റർ ദ പാക്ക്. അവർക്കാണ് ഫീമെയിൽസ് ഉണ്ടാവുന്നതും പിള്ളേരുണ്ടാവുന്നതും, അവരാണ് അതിന്റെ മെയിൻ ഇത്. ബാക്കി പട്ടികളൊക്കെ they are betas, gammas and all. അപ്പൊ ഇവൻ he's either a beta or a gamma. He's not an alpha. അതെനിക്ക് കിട്ടി. ഫസ്റ്റ് വീട്ടിൽ വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഹീസ് നോട്ട് ആൽഫ. അപ്പം നമുക്കിപ്പോ ഒരു ഡോഗിനെ എടുക്കുമ്പം അതൊരു ആൽഫ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഡോഗ് ആണെങ്കിൽ വി ഹാവ് ടു ബി വെരി സ്ട്രിക്ട് ടു ഇറ്റ്. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? നമ്മള് പെട്ടെന്ന് പറയുന്നത് നമ്മളിപ്പം ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് അനുസരിപ്പിക്കാൻ നോക്കുമ്പോൾ ദേ വോണ്ട് ലിസൺ. ദേ വിൽ ഹാവ് ദെയർ ഓൺ ആ ഒരു മറ്റേ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന പറയത്തില്ലേ, ഒരു പൃഥ്വിരാജ് ടൈപ്പ്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കും. പക്ഷെ നമ്മളിപ്പോ പെട്ടെന്ന് ഇച്ചിരി ഒന്ന് വോയിസ് റേസ് ചെയ്ത് അല്ലെങ്കിൽ കമാൻഡിങ് രീതിയിൽ ഇവനോട് ഞാനിപ്പോ കമാൻഡ് പറയുകയാണെങ്കിൽ അവൻ പെട്ടെന്ന് അവിടെ കേൾക്കും. ബട്ട് ഇവനോട് ഇപ്പൊ സോഫ്റ്റ് ആയിട്ട് സിംബ സിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ നോക്കിട്ട് ഓക്കെ നീ അവിടെ പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഒരിക്കലും കമാൻഡ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ടേക്ക് ദ പ്ലേസ് ഓവർ ഇറ്റ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവനടുത്ത് കുറച്ച് ഡോമിനന്റ് ആയിട്ട് നിന്നാലും ഇപ്പൊ ഇവനൊരു ആൽഫ ആയിരുന്നെങ്കിൽ ഇതിനെയും കാട്ടി ഞാൻ ഡോമിനന്റ് ആവണം. അവനെ മനസ്സിലാക്കണം ഇവിടെ ആൽഫ ഞാനാണെന്ന് ഞാൻ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ലൈക്ക് ഐ ഹാവ് ടു ബി വെരി ഡോമിനന്റ്. ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് നാട്ടില് എനിക്ക് ഒരു 2 ബീഗിൾസ് ഉണ്ട്. അപ്പൊ അതിലൊന്ന് മെയിലാണ്, ഹീസ് എക്സ്ട്രീം ആൽഫ. അവൻ എന്റെ വീട്ടിൽ എന്റെ അപ്പനെയും എന്റെ ചേട്ടനെയും മാത്രമാണ് അവന്റെ ആൽഫ ആയിട്ട് കണ്ടിട്ടുള്ളൂ. എന്റെ മമ്മി അവന്റെ പാക്കില് ഒരാൾ. അപ്പൊ മമ്മിയാണ് അവനെ വളർത്തുന്നത്. ബട്ട് ബേസിക്കലി ഹി റൂൾസ് ദ ഹൗസ്. അവൻ പറയുന്നിടത്ത് അവൻ നിൽക്കും, അവൻ പറയുന്നത് അവന് തോന്നുന്നത് അവൻ ചെയ്യും. ആര് ഇപ്പം നമ്മള് സിറ്റ് പറഞ്ഞാലും ഹി വോണ്ട് സിറ്റ്. ബട്ട് മീൻ വൈൽ എന്റെ അപ്പൻ അവിടെ വന്നിട്ട് സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ സിറ്റ് ചെയ്യും. ഈ പാക്ക് മെന്റാലിറ്റി ഉള്ളവർക്ക് ഒരു മാസ്റ്റർ അങ്ങനെ ഉണ്ടോ? ഡിപ്പെൻസ്. ഇപ്പൊ ഇവന് ഹീസ് വെരി സബ്മിസീവ് ഡോഗ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് അവന് മനസ്സിലായിട്ടുണ്ട് ഹ്യൂമൻസ് ആർ മോർ എന്താ പറയാ അബവ് ദ ആ ഒരു ഫുഡ് ചെയിൻ എന്നല്ലെങ്കിൽ അവൻ ഫീമെയിൽ ഹ്യൂമൻസ് ആർ മോസ്റ്റ്ലി ആൽഫാസ് അല്ലെങ്കിൽ അവന് ഡോമിനന്റ് ആയിട്ടുള്ള ഇതെന്ന് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് he will listen all humans. പക്ഷെ എല്ലാ ഡോഗ്സും അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലപ്പോ അതിന്റെ മാസ്റ്റർ മാത്രമായിരിക്കും. റോട്ട്വീലേഴ്സ് എല്ലാ റോട്ട്വീലേഴ്സ് അങ്ങനെയല്ല. നാട്ടിലൊരു റോട്ട്വീലറിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മൂത്ത ബ്രദറിന് ഒരു ഡോഗോ അർജന്റീനോ എന്ന് പറഞ്ഞ ഹി ഈസ്
വെരി അഗ്രസീവ്. കാണാൻ തന്നെ ഭയങ്കര ഒരു ഇതാണ്. One of the dangerous dogs. വൺ ഓഫ് ദ ഫെറോഷ്യസിലുള്ളതാണ്. ആൻഡ് അവൻ എല്ലായിടത്തും അഗ്രസീവ് ആണ്. പക്ഷെ ഞങ്ങള് വന്നു കഴിഞ്ഞാൽ പാപ്പൻ ആ സാധനമാണ്. പുള്ളി കുരക്കില്ല, കരയാൻ തുടങ്ങും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, അപ്പൊ ഞങ്ങൾ ആദ്യം ഇവനെ ഞങ്ങളെ മാത്രം കാണുന്നുണ്ടെന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് അവനെ ഗാർഡ് ഡോഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വളർത്തിയത്. അപ്പം ഇവനെ ഞങ്ങള് ബാക്ക് സൈഡിൽ ഇട്ട് വളർത്തിയോണ്ട് ഹി വാസ് ഓൺലി എക്സ്പോസ് ടു ഞങ്ങള് മാത്രം. ആൻഡ് അപ്പൊ ഞങ്ങൾ വെച്ചു ദൈവമേ ഇത് തീർന്നു. ഡോഗ് അർജന്റീനനെ വീട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോഗ് അർജന്റീന ആ സാധനം ഇത് പ്രൊട്ടക്റ്റീവ് ഒന്നും ആയിരിക്കില്ലെന്ന് പറഞ്ഞു. ആൻഡ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ദിവസം ഒരു മറ്റേ ഇലക്ട്രീഷ്യൻ എന്തോ ബാക്ക് സൈഡിലോട്ട് വന്നപ്പം ആദ്യമായിട്ട് ഇതിന്റെ ടോണ് ഫുള്ള് മാറി ഒരു കൊര അങ്ങോട്ട് കുരച്ചു. ആ കൊര കേട്ടപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവൻ പ്രൊട്ടക്ട് ചെയ്തോളൂ. ഇപ്പം എന്ത് ഇത് വന്നിട്ടുണ്ടെങ്കിലും പുള്ളി കുരയ്ക്കുന്നത് തന്നെ ഡിഫറൻസ് ഉണ്ട്. രണ്ട് രീതിയിൽ കുരയ്ക്കും. ഒന്ന് എന്താ ആൾക്കാർ പരിചയമുള്ളവരെ കാണുമ്പോൾ ഒരു രീതിയിൽ കുരയ്ക്കും, പക്ഷെ അല്ലാണ്ടുള്ളത് വേറെ രീതിയിൽ കുരയ്ക്കും. എന്തൊരു മാന്യൻ. അവിടെ ഇരിക്കേ, കുറച്ചേരം അവിടെ ഇരിക്കട്ടാ. ഒരു 10 മിനിറ്റ് കൂടി. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ. ആ പൂച്ചനെ നോക്കിയിരുന്നു കേട്ടാ. ബാക്കിൽ 3 പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അപ്പം ഡോഗ്സില് ബേസിക്കലി ഈ പാക്ക് മെന്റാലിറ്റി ആണ് ഈ ആൽഫ ബെറ്റ ഗാമ എന്നൊക്കെ പറയുന്നത്. ഹീസ് നോട്ട് ആൻ ആൽഫ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക. ബട്ട് ഇഫ് യു ഹാവ് വെൻ യു ഹാവ് എ ഡോഗ് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ സോഷ്യലൈസ് ചെയ്യുക. വെൻ ഇറ്റ് സ്മോൾ ഇറ്റ് സെൽഫ്. ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ ഇവനെ കിട്ടിയ പിറ്റേ ആഴ്ച തൊട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും വീട്ടിലും കൊണ്ടുപോകും. എല്ലാവരുടെയും വീട്ടിലും കൊണ്ടുപോകും. ഞാൻ ആദ്യം പഠിപ്പിച്ച കമാൻഡ് നോയാണ്. സിറ്റും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാധനം. സിറ്റും ഡൗണിനൊക്കെ മുന്നേ ഞാൻ ആദ്യം പഠിപ്പിച്ച നോയാണ്. അതുകൊണ്ട് നോ കേട്ട കഴിഞ്ഞാൽ അവൻ അറിയാം ഹി ഷുഡന്റ് ഡു ഇറ്റ്. അതിപ്പോ ആര് പറഞ്ഞാലും അവൻ കേൾക്കും. ആൻഡ് പിന്നെയുള്ള കമാൻഡ്സ് ഒക്കെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ഹീസ് എക്സ്പോസ് ടു ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഹീൽ ബി കാം ഇൻ ദോസ് പ്ലേസസ്. പക്ഷെ നമ്മളിപ്പോ ഒട്ടും എക്സ്പോസ് ചെയ്യാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് പൂട്ടിയിട്ട് മാത്രം വളർത്തിയാണ് പുതിയ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർക്ക് അറിയില്ല ഹൗ ദേ ഹാവ് ടു ബിഹേവ് ചെയ്യേണ്ട. നമ്മുടെ കുട്ടികളെ പറ്റി പറഞ്ഞ മാതിരി തന്നെ അല്ലേ. പിന്നെ ഹൗ ഈസി ടു അഡോപ്റ്റ്. ഇപ്പൊ ഒരു ഫോറിനർ രീതിയിൽ നമ്മളിപ്പോ പോളണ്ടിൽ എത്ര ഈസി ആയിട്ട് നമുക്കൊരു ഡോഗിനെ ഒരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഇൻ ടേംസ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ്സ് നോക്കുമ്പോൾ കാറ്റ്സ് കുറച്ചും കൂടെ ഈസിയർ ആണ് ടു അഡോപ്റ്റ്. Meanwhile, dogs is harder because എൻ്റെ ഫേവറേറ്റ് ബ്രീഡ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡോഗ്സ് ആർ പിറ്റ്ബുൾസ്, ആംസ്റ്റാഫ്സ്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ പ്ലാൻ ഒരു പിറ്റ്ബുള് അല്ലെങ്കിൽ ആംസ്റ്റാഫ് ബ്രീഡിനെ എടുക്കണം എന്നായിരുന്നു. നന്നായി അത് എടുക്കാൻ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങളിരുന്ന് അപ്പൊ എനിക്ക് ഒരു ക്ലോസ്ലി ഇൻ ടച്ച് വിത്ത് ഒരു ആംസ്റ്റാഫ്, പിറ്റ്ബുൾസ് അങ്ങനത്തെ ടൈപ്പ് ബ്രീഡ്സ് ഉണ്ടല്ലോ, അവരുടെ മാത്രം ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്. അപ്പൊ അവരെയാണ് ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്ത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പോയത്. പക്ഷെ ഞാൻ ഫോറിനർ ആയതുകൊണ്ട് they didn't give me. They didn't like me. They liked me. They understood because ആദ്യം നമ്മള് അഡോപ്ഷൻ വിസിറ്റിന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിന് പോകും. അതൊരു നമ്മള് കേപ്പബിൾ ആണോ നോക്കൂലേ. നമുക്കൊരു ഡോഗിനെ ചൂസ് ചെയ്യാം, അവരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ദേ വിൽ ടെൽ യു ഇറ്റ്സ് ഹിസ്റ്ററി ഓർ എനിത്തിങ്. ഹിസ്റ്ററി ഉള്ള ഡോഗ്സ് അറിയാവുന്നതാണെങ്കിൽ അപ്പൊ എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ദെൻ ചൂസ് ചെയ്ത ശേഷം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ടേക്ക് ദം ഓൺ എ വാക്ക്. അവരുടെ കൂടെ നമ്മൾ വാക്കിന് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ആദ്യം പോയി നോക്കിയത് ഒരു വീട്ടിൽ തന്നെ വളർത്തി ബട്ട് ഒരു അബ്യൂസീവ് ഫാമിലിയിൽ വളർന്നൊരു പിറ്റ്ബുള്ളായിരുന്നു. പിറ്റ്ബുൾ അല്ല, ആംസ്റ്റാഫ്, അമേരിക്കൻ ബുള്ളി. അപ്പം അതിനെ ഞാൻ നോക്കിയിട്ട് ഐ വെന്റ് ഫോർ എ വാക്ക് ആൻഡ് ഓൾ. എല്ലാം നന്നായിട്ട് പോയി. അവർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അവർ തന്നില്ല ബിക്കോസ് ഞാൻ ഫോറിനർ ആയതുകൊണ്ട് ദേ ഫീൽ ലൈക്ക് ഞാൻ തിരിച്ച് നാട്ടിൽ പോവുകയാണെങ്കിൽ അതിനെ ഇവിടെ കളഞ്ഞിട്ട് പോകും. അപ്പൊ ഈ ഒരുവിധം എല്ലായിടത്തും ഇഫ് യു ഡോണ്ട് ഹാവ് ഒരു പേഴ്സണൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഈ ഷെൽട്ടേഴ്സ്, കോർ ഷെൽട്ടേഴ്സിൽ നിന്ന് ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാരെ ബ്രീഡേഴ്സിന്റെ ബ്രീഡേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിക്കാം. പക്ഷെ ഐ വിൽ നെവർ, ഐ ഡോണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KCI സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് എത്തിക്കൽ ബ്രീഡേഴ്സ് ആണെങ്കിൽ ഐ എം ഓൾ ഫോർ ഇറ്റ്. പക്ഷെ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും ദ പ്രൈസസ് ആർ വേ ഹൈ. അതാണ് ഇവ എടുക്കുന്ന സമയത്ത് മുന്നത്തെ ഹസ്കി, എനിക്ക് നേരത്തെ ഒരു ഹസ്കി ഉണ്ടായിരുന്നു.
അപ്പൊ ഇവൻ എടുക്കുന്ന സമയത്ത് ബ്രീഡേഴ്സ് എന്നാണെന്ന് പറഞ്ഞപ്പോ അവര് ലീഗൽ ആണോ ഒരു സർട്ടിഫൈഡ് ആണെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് ഇവിടെ ഇല്ലീഗൽ ബ്രീഡേഴ്സ് എനിക്ക് എങ്ങനെ അതെന്താ ഇല്ലീഗൽ ബ്രീഡേഴ്സ് അല്ലെങ്കിൽ ബാക്ക്യാർഡ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇസ് ബ്രീഡിങ് സെല്ലിംഗ് ഡോഗ്സ്. അപ്പൊ ദേ സെൽ ഫോർ ഫ്യൂവർ പ്രൈസ്. ടു ബി ഓണസ്റ്റ്, ലൈക്ക് ഒരു ഹസ്കി, പോളണ്ടിൽ ഒരു ഹസ്കിയുടെ പ്രോപ്പർ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇറ്റ്സ് 6,000 to 7,000 വോട്ടിയാണ് ഒരു പപ്പിയുടെ വില. ബട്ട് ഇഫ് യു ഗോ ടു എ ബാക്ക്യാർഡ് ബ്രീഡർ, ഒരു സ്യൂഡോ ഫാമർ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 2,000, 3,000. ബട്ട് ദ തിങ് ഇസ് എത്തിക്കലി ആയിരിക്കില്ല അവർ ബ്രീഡ് ചെയ്യുന്നത്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാന്ന് വെച്ചാൽ, എനിക്കൊരു ഫീമെയിൽ ബീഗിൾ ഉണ്ട് നാട്ടില്. കുഴപ്പമില്ല, ഒരു എത്തിക്കൽ ബ്രീഡർ അല്ലാണ്ട് ബാക്ക്യാർഡ് ബ്രീഡറിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ റെസ്ക്യൂ ചെയ്തെടുത്തതാണ്. ആ പട്ടീനെ വളർത്തിയത് മൊത്തം പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ എ കേജ് ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടേഴ്സിനെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു, തറോ ചെക്കപ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ പട്ടിക്ക് 6-7 വയസ്സുണ്ട്. അതൊരു 8-10 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഹാസ് എ വെരി ബിഗ് ട്യൂമർ ഇൻ ഹർ യൂട്രസ്. ആൻഡ് അവള് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഷീസ് ഒരു ചെറിയ മെന്റലി റിട്ടാർഡഡ് ആണ് പുള്ളിക്കാരി. ഫസ്റ്റ് ടൈം പുള്ളിക്കാരി കൂട്ടിന്ന് പുറത്തിറങ്ങിയത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ്. ആൻഡ് നൗ ഓൾസോ ഷീസ് ലൈക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. എവറി ഡേ ഷീ ഷോസ് ദ താങ്ക്ഫുൾനെസ്. ലൈക്ക് വീട്ടിൽ വന്നിട്ട് ഒരു 6-7 വയസ്സുള്ള ഒരു ബീഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ആയിരിക്കും. ദേ വോണ്ട് പ്ലേ. ഡോഗ്സ് നോർമലി 6-7 ആയെന്ന് വെച്ചാൽ അവരുടെ ഒരു ഏർലി സീനിയർ ഏജിലോട്ട് കയറി തുടങ്ങുന്ന ഒരു ടൈമാണ്. അപ്പൊ അവർ കളിക്കത്തൊന്നുമില്ല. അവർ ജസ്റ്റ് ഒരു അടുത്ത് എവിടെയെങ്കിലും ഇരിക്കും, ഉറക്കമൊക്കെ ആയിരിക്കും. ഇത് 24/7 കളിക്കുമായിരിക്കും, കളിച്ചോണ്ടെടുക്കാൻ. ആരും എന്താ പറയാ ടോയ്സ് ഒന്നും എറിഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി തനിയെ ടോയ് എടുത്ത് തനിയെ എറിയും, തനിയെ പിടിക്കും. അതിന് തനിയെ കാലുകൊണ്ട് അപ്പുറത്ത് തട്ടി വിടും. അവള് തന്നെ അപ്പുറത്ത് പോയി പിടിക്കും. ലൈക്ക് അതൊരു കണ്ടോണ്ടിരിക്കുന്ന ഒരു TV ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫണ്ണായിരിക്കും അത്. ബിക്കോസ് അവൾക്കൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ സ്യൂഡോ ഫാമേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ട്, ഒരു 6-7 വർഷം അല്ലെങ്കിൽ ഒരു 4-5 വർഷം പ്രസവിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അബ്നോർമൽ എമൗണ്ട് ഓഫ് ഡെലിവറീസ് ഒക്കെ കഴിയുമ്പോൾ ഡോഗ്സിന് നാച്ചുറലി യൂട്രസിൽ ട്യൂമർ, യൂട്രസ് ഡീഗ്രേഡഡ് ആവും, അങ്ങനെ പല സംഭവങ്ങളും നടക്കും. അത് കഴിയുമ്പോൾ ഇവർ കൊണ്ട് കളയുന്നത് കാട്ടിലോ എവിടെയെങ്കിലും ആയിരിക്കും. ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്നറിയോ, കാട്ടിക്കൊണ്ട് മരത്തിൽ കെട്ടിത്തൂക്കും. എന്തോരം ഓൺ എ ഡെയിലി ബേസിസ് 10-12 ന്യൂസ് എനിക്ക് വരാറുണ്ട്. കെട്ടിത്തൂക്കും. ആൻഡ് മോസ്റ്റ്ലി ഇറ്റ്സ് ഫീമെയിൽ ഡോഗ്സ്. ബാക്ക്യാർഡ് ബ്രീഡേഴ്സ് പക്ഷെ കെട്ടിത്തൂക്കുക അതിനെ ലൈക്ക് അവരുടെ അടുത്തൂടെ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് എന്താ കൊണ്ട് കളഞ്ഞ പട്ടികളുടെ ഇതെന്താന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ they are loyal to you no matter what. തപ്പി തിരിച്ചു വരും. they have sense of smell, they'll come back to you. ചിലപ്പോൾ 1-2 പ്രാവശ്യം കളയാൻ നോക്കിയിട്ടുണ്ടാവും. കളഞ്ഞിട്ട് തിരിച്ചു വന്നത് കൊണ്ട് തേർഡ് ടൈം what they will do, കെട്ടിത്തൂക്കും. എന്തോരം കേസസ് ആണെന്നറിയാമോ? ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ കൊണ്ട് കെട്ടിത്തൂക്കും. ഞാൻ ഡെയിലി ഇത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക് ഏറ്റവും ഞാൻ ഇത്രയും ഒപ്പോസിങ് ആയതിന്റെ കാര്യം അതാണ്. ബിക്കോസ് ഞാൻ പണ്ട് ഭയങ്കര ബ്രീഡ് സ്പെസിഫിക് ആളായിരുന്നു. എന്റെ വീട്ടിലെല്ലാം ബ്രീഡ്സേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ ബ്രീഡ്സേ പൈസ കൊടുത്തേ മേടിക്കത്തുണ്ടായിരുന്നുള്ളൂ. നാടൻ പട്ടിയോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു. ടു ബി ഓണസ്റ്റ്ലി ഞാൻ ഇവനെ എടുക്കുന്നതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര ബ്രീഡ്സ്, നമ്മുടെ നാട്ടിലെ സാധനം സോഷ്യൽ സ്റ്റാറ്റസ് മറ്റേ സാധനം വില കൂടിയ പട്ടിയാകുമ്പോൾ കൂടി കുടുംബം ആ സാധനമൊക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ ആരെങ്കിലും പട്ടിയെ മേടിക്കുന്നതാണെന്നും എവിടുന്ന് മേടിക്കുന്നു, ബാക്ക്യാർഡ് ബ്രീഡറാണ് ഈ സാധനമാണ്. ബിക്കോസ് അത്രയും ക്രൂവൽറ്റി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നമ്മളൊരു ആഡ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കുറഞ്ഞ പൈസക്ക് കൂടിയ ബ്രീഡ്സ് ഏതുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബാക്ക്യാർഡ് ബ്രീഡർ. ദേ വോണ്ട് കെയർ ഫോർ ദി മദറിന് ആ ഒരു പർപ്പസ്. നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം, ഇതിന്റെ അമ്മയുടെ അപ്പന്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരില്ല. അയച്ചു തന്നാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാണ്ട് ഒരിക്കലും എന്താ റിയൽ ആയിട്ടുള്ളതിന്റെ അയച്ചു തരത്തില്ല. ബിക്കോസ് അതുങ്ങൾക്ക് മരുന്ന് കൊടുക്കില്ല, പ്രോപ്പർ ഫുഡ് കൊടുക്കില്ല. ദർ ഓൺലി പർപ്പസസിലേക്ക് ഏതെങ്കിലും ഒരു കൂട്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് മെയ്റ്റ് ചെയ്യിപ്പിക്കുക, പ്രസവിപ്പിക്കുക, ദാറ്റ്സ് ഇറ്റ്. ഒരു മനുഷ്യനാണ് അങ്ങനെ. എന്താണത് നമ്മള് ക്രൂരത ചെയ്യുന്നത്? ഭയങ്കര ക്രൂരതയുണ്ട്. ഇതേപോലെ തന്നെ ഡോഗ് ഫൈറ്റിംഗ് റിങ്സ് ഉണ്ട്. പോളണ്ട് ത്രൂ ഔട്ട് ഡോഗ് ഫൈറ്റിംഗ് റിങ്സ് ഉണ്ട്. അയ്യോ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ഷീ റെസ്ക്യൂഡ് ഒരു പിറ്റ്ബുള്ളിനെ.
ഫ്രം ഡോഗ് ഫൈറ്റിംഗ് റിംഗ്. അത് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് എന്തോ അല്ല, ഈ പട്ടി ആക്ച്വലി അതിന്റെ ഉള്ളിൽ തന്നെ ഫീമെയിൽസും മെയിൽസും ഒക്കെ ബ്രീഡ് ചെയ്ത് ദേ ട്രെയിൻ ദം ടു ഫൈറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. ബട്ട് ചില പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, ദേ ആർ വെരി സബ്മിസിവ്. ഇപ്പൊ ഇവനെ കൊണ്ട് ഡോഗ് ഫൈറ്റിന് വിടാൻ പറഞ്ഞു, ഇവൻ ഡോഗ് ഫൈറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഒന്നും പറഞ്ഞില്ല, നിന്നെ എല്ലാം പറഞ്ഞോ. രണ്ട് മൂവി ഞാൻ കാണിക്കട്ടെ. കാലൊക്കെ പോകുന്നത്. അപ്പം ചില പട്ടികൾ ജനിക്കുമ്പോൾ ദേ വോണ്ട് ഹാവ് ദാറ്റ് ഇൻസ്റ്റിക്ട് ഉണ്ട്. അവർ ഭയങ്കര സബ്മിസീവ് ആണ്. അടുത്തൊരു ഫിയർഫുൾ ഡോഗ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പട്ടി വരുമ്പോൾ അവർ പേടിച്ച് മാറി നിൽക്കും. ദെൻ ഈ ഫൈറ്റിംഗ് റിംഗിൽ ഇവർക്ക് ഇതിന് ആവശ്യമില്ല. ദാറ്റ്സ് എ വേസ്റ്റ്. അപ്പൊ ഇവര് അങ്ങനെ ഒരാള് കളഞ്ഞതാണ്. അതിനെ കൊണ്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു. 2 പട്ടികളുണ്ടായിരുന്നു, ഇതിന്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഇതിനെ കളഞ്ഞു. ഇത് റോഡിൽ കൂടെ നടന്ന് ഒരു ആൾക്കാരുടെ കയ്യിൽ കിട്ടി. ഇതിന്റെ ദേഹം മൊത്തം വൂൺസ് ആണ്. ലൈക്ക് അതിന്റെ ഫ്ലഷ് പുറത്താണ്, മറ്റേ എല്ല് പുറത്താണ്. ആ രീതിയിൽ ദേഹം മൊത്തം അടിച്ച പാട്, ടു ഫൈറ്റ് അടിച്ച പാടാണ്. അപ്പോഴത്തേക്കും അങ്ങനെ ഇവരിത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആനിമൽ ആക്ടിവിസ്റ്റ് ഉണ്ട് ഒരുപാട് പേര്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഇതിന്റെ ദേ അണ്ടർസ്റ്റുഡ് ദിസ്. ഈ ദേഹത്തുള്ള മുറിവ് ഇറ്റ്സ് നോട്ട് നോർമൽ, ചുമ്മാ ഒരു ഓണർ അടിച്ചതല്ല. അപ്പൊ ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. ആ ഏരിയയിലുള്ള എല്ലാം തപ്പി പിടിച്ചു വന്നപ്പോഴത്തേക്കും ആ ഒരു സെന്റർ കണ്ടുപിടിച്ചു. അവിടുത്തെ ആൾക്കാരെയും പിടിച്ചു കഴിഞ്ഞപ്പം around 45 dogs were there in the dog fighting ring. ഇത് വാർസോയാണ്, വാർസോയുടെ ഔട്ടർ ആണ്, ബിറ്റ്വീൻ വാർസോ ആൻഡ് വുച്ച്. ആൻഡ് ഈ 45 പേരില് ഡോഗ്സില് ഇവരെല്ലാം വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ പുട്ട് ഇൻ പിച്ച് ബ്ലാക്ക്. ഡോഗ്സ് അഗ്രസീവ് ആവണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് കൊണ്ടിടണം. ആൻഡ് ഒരാൾ മാത്രമേ അതിന് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ദിൽ ബിക്കം അഗ്രസീവ്. അതാണ് ഡോഗ്സിന്റെ ഒരു ഇത്. പിച്ച് ബ്ലാക്കിൽ ചെയിൻസിൽ കെട്ടിയിട്ട് മറ്റേ മുള്ളുള്ള സാധനമൊക്കെയാണ്. നിർത്തത്തേ ഉള്ളൂ, കിടത്തത്തില്ല, ഇങ്ങനെ നിക്കണം. അങ്ങനത്തെ സ്മോൾ സ്പേസസിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് റെസ്ക്യൂ ചെയ്തു. ആൻഡ് ദേ വെർ ലൈക്ക് 10 പട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്താലും അത് ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലാണ്ട് ആ പട്ടികൾക്കൊന്നുമില്ല. അതിനെല്ലാം അവർ യൂത്തനൈസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ബാക്കിയുള്ള 35 പട്ടികളെയാണ് അവർക്ക് എടുക്കാൻ പറ്റിയത്. എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ ഒരെണ്ണത്തിന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അവളുടെ വീട്ടിലുണ്ട്. She had to work 5 years for the dog to get friendly to her. ട്രസ്റ്റ് ചെയ്യാനല്ലേ? അവളെ ട്രസ്റ്റ് ചെയ്ത് ഇരുട്ടായി കഴിഞ്ഞാൽ പട്ടി അഗ്രസീവ് ആവും. അവൾക്ക് വീട്ടിൽ 5 വർഷത്തേക്ക് അവൾക്ക് വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് വീട്ടിലെ ആൾക്കാരെ ഗസ്റ്റിനെ ആണുങ്ങളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ലൈക്ക് അവൾക്ക് 5 വർഷം അവൾക്ക് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. ഷീ വാസ് ലൈക്ക് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ വീടിന്റെ പുറത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനത്തെ എക്സ്ട്രീംസ് ആണ്. ഒരുപാട് ഡോഗ് ഫൈറ്റിംഗ് റിങ്സ് ഉണ്ട്. അത് ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ലപോലെ ഉണ്ട്. ഒരുപാട് അങ്ങനത്തെ കുറേ കേസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നതിന്റെ കാര്യം ഇതാണ്. ബിക്കോസ് ഇങ്ങനെ ഈ സ്യൂഡോ ഫാമേഴ്സിനെ അല്ലെങ്കിൽ ബാക്ക് യാർഡ് ബ്രീഡേഴ്സിനെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നിടത്തോളം കാലം വി ആർ പ്രൊമോട്ടിംഗ് ദം. അവരെ പ്രൊമോട്ട് പക്ഷെ മീൻ വൈൽ എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ KC സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത്രയും പൈസ ഉള്ളവരെ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ പട്ടികൾക്കൊക്കെ അത്രയും വില. 5000-6000 സ്ലോട്ടി വരുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ സ്യൂഡോ ഫാമേഴ്സിന്റെ മീൻ വൈൽ യു വിൽ ഗെറ്റ് ദ സെയിം ബ്രീഡ്, ബട്ട് ഫോർ ചീപ്പർ പ്രൈസ്. സോ ഐ നെവർ സപ്പോർട്ടഡ്. ആൻഡ് മീൻ വൈൽ ഇപ്പൊ നിങ്ങൾ ഏത് ഷെൽട്ടേഴ്സിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പട്ടികളുണ്ടെന്ന് അറിയോ? എന്തോരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പട്ടികളുണ്ടെന്ന് അറിയോ? ഒരു ലോഡ് പട്ടികളും പൂച്ചകളും പലതരം മൃഗങ്ങളും ഷെൽട്ടേഴ്സിലുണ്ട്. ഈവൻ എന്താ കുതിരകളുണ്ട് ഇവിടെ. കുതിര നമുക്ക് പറ്റേ വാങ്ങാൻ പറ്റുമോ? ഇവിടെ കുതിര എന്റെ ഒരുപാട് എന്റെ പഴയ ഓക്കെ സൗരഭിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തെങ്ങനെ തൊടാൻ പറയാ. എന്റെ പഴയ സ്കൂൾ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ഫസ്റ്റ് വർക്ക് ചെയ്ത സ്കൂളിന്റെ ഓണർ, ഷീസ് എൻ എക്സ്ട്രീം ആനിമൽ ആക്ടിവിറ്റീസ്. പുള്ളിക്കാരിക്ക് 5 കുതിരയുണ്ട്, 4 പട്ടിയുണ്ട്, 3 മുയലുണ്ട്, 5
പൂച്ചയുണ്ട്. അപ്പൊ അവര് കാട്ടിലാണ് ജീവിതം. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് എല്ലാം അപ്പാർട്ട്മെന്റിലല്ല, അവര് റെന്റ് ഔട്ട് ചെയ്യും. ഈ സ്റ്റേബിൾസ് ഫാംസിൽ കൊണ്ട് അവിടെ നിർത്തും. അവരുടെ പെറ്റ് കുതിരേനെ അവിടെ കൊണ്ട് നിർത്തി അവിടെ അങ്ങ് വളർത്തും. ഇത് ഗോ ആൻഡ് സ്പെൻഡ് ടൈം. ഇപ്പൊ എന്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന 2 സ്റ്റുഡൻസിന് അവര് ഹോം സ്കൂൾഡാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും 2 കുതിരയുണ്ട്. അവരെന്നും സ്റ്റേബിളിൽ നിന്നാണ് വരുന്നത്. അവരെന്നും വരുന്നത് അവിടെ നിന്നാണ്. അവർക്ക് 2 കുതിരയുണ്ട്. അവര് എനിക്ക് വീഡിയോസ് ഒക്കെ കാണിച്ചു തരും. ഒരു എല്ലാവർക്കും ഇവിടെ എനിക്കൊന്ന് നല്ല എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് കുതിരകൾ പെറ്റ്സ് ആയിട്ടുണ്ട്. വാർസോയുടെ കുറച്ചൊന്ന് ഔട്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേബിൾസും ഫാമും കാണാ. കുതിരകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ചു അത് ഈ ഫാം ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് പെറ്റ്സ് ആയിട്ട്. ഓരോരുത്തരുടെ പെറ്റായിട്ടുള്ള കുതിരകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാടുണ്ട്. നല്ല എക്സ്പെൻസീവ് ആണ് കുതിര വളർത്താനായിട്ട്. ഞാൻ പറഞ്ഞ എന്റെ ഈ സ്കൂളിലെ ഓണർ പുള്ളിക്കാരി ഓരോന്നിനെ മേടിക്കുകയാണ് ചെയ്തത്. റെസ്ക്യൂ ചെയ്യാണ് പുള്ളിക്കാരി. കുതിരകള് ഇല്ലീഗൽ ആയിട്ടുള്ള കുതിരകള് റേസിംഗ് ആൻഡ് ഓൾസോ മീറ്റ്. ഓ, കുതിര മീറ്റ് ഇവിടെ OLX-ല് ചുമ്മാ ആഡ് എടുത്ത് നോക്കിയാൽ തപ്പി വരുമ്പോഴത്തേക്ക് കാണും ഹോസ് മീറ്റ് പെർ kg എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് വായിച്ച തെറ്റായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇറ്റ്സ് ഹോസ് മീറ്റ്. അതിനു വേണ്ടിയിട്ട് കുതിരേനെ ഹോഴ്സ് മീറ്റ് അപ്പ് ഇല്ലീഗൽ ആണ് ഇവിടെ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന്. പ്രോപ്പർ സാനിറ്റേഷനിൽ വളർത്തിയ കുതിരകളെ ഹൗസ് മീറ്റ് ആയിട്ട് ഇവിടെ എടുക്കുക എനിക്ക് അറിയത്തില്ല. ഹൗസ് മീറ്റ് ഇല്ലീഗൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ റൈറ്റ് രീതിയിൽ ചിലപ്പോൾ ലീഗലായിരിക്കും, ഐ ഡോണ്ട് നോ. ബട്ട് ഇങ്ങനെ OLX കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ പുള്ളിക്കാരി റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു സിറ്റി പെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡോഗ് സ്കൂൾ, ഡോഗ് ബോർഡിംഗ്, ഡോഗ് ഹോട്ടലുണ്ട്. അപ്പൊ ഞാൻ സുന്ദരിയാക്കുന്ന സ്ഥലം സുന്ദരി അവിടെ ആക്കാറ് സിറ്റി പെറ്റ്സിലോ? ഓക്കെ. ഞാൻ അവിടെ ഇപ്പൊ ഇടയ്ക്ക് പാർട്ട് ടൈം പോകാറുണ്ട്. അപ്പൊ ഞാൻ ഇവനെ അവിടെ ആക്കാറുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയപ്പോഴത്തേക്കും കണ്ടൊരു പട്ടിയാണ്. അവര് ദുബായിൽ നിന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നതാണ്. ദുബായില് ഡോഗ് ഫൈറ്റിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന 2 പട്ടികളെ അവർ റെസ്ക്യൂ ചെയ്തുകൊണ്ടുവന്നു. ഇറ്റാലിയൻസ് ആണ്. ദേ കെയിം ഹിയർ. ആ പട്ടികളെ 2 അതിനെ കാണണം. അതിന്റെ ചെവിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫുൾ ദേഹത്തോടെ ഒക്കെ മാർക്കുണ്ട്. അവരിപ്പം റെസ്ക്യൂ ചെയ്തിട്ട് 5-6 വർഷമായി. ദുബായിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് ആലോചിക്കണം. ആ പട്ടി അത്യാവശ്യം നല്ല നോർമൽ ആയിട്ടിരിക്കും. അത് പെട്ടെന്ന് സ്നാപ്പ് ചെയ്യും. യു ഷുഡ് ബി വെരി വിജിലന്റ് വിത്ത് ദാറ്റ് ഡോഗ്. അത് എപ്പോൾ വേണമെങ്കിലും സ്നാപ്പ് ചെയ്യാം. ആൻഡ് അത് ഇങ്ങനെ തുത്തിരുമാനായിട്ട് ഇരിക്കും. ആ തുത്തിരുമാൻ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ മാറും. പക്ഷെ അതപ്പോ എങ്ങനെ മനസ്സിലാവുക? കിട്ടിക്കഴിയുമ്പോ മനസ്സിലാവും. ഇതിനുണ്ടോ അതുപോലെ? ഡിപ്പെൻസ് അപ്പോൺ ദ ബാക്ക്ഗ്രൗണ്ട് ഹൗ യു ആർ റേസ്. അപ്പൊ ആ പട്ടീനെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചതാണ്. ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ച പട്ടിയാണത്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ചെയ്തില്ലേ? നമ്മുടെ ആക്ഷൻസിലായിരിക്കും അതുങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ ഫൈറ്റ് മോഡിൽ കയറിയെന്ന്. അപ്പോഴേ സ്നാപ്പ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഇപ്പൊ സ്നാപ്പ് ചെയ്യാം അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ മൂവ്മെന്റ്സ്, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് ഡിഫറെന്റ് ആകുമ്പോഴത്തേക്കും അവരത് സെൻസ് ചെയ്തിട്ട് ദേ സ്നാപ്പ്. ഹി ഹാഡ് എ ബാക്ക്ഗ്രൗണ്ട്. ഹി ഹാഡ് എ ടെറിബിൾ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മെറ്റല് പേടിയാണ്. ഹീസ് സ്കേർഡ് ഓഫ് മെറ്റൽ. ആയിരിക്കാം. ഹീസ് സ്കേർഡ് ഓഫ് ഡോർ. ഹീസ് സ്കേർഡ് ഓഫ് വെരി ബിഗ് മെൻ. ഭയങ്കര ഹൈറ്റും നല്ല സൈസും ഉള്ള ആണുങ്ങളെ പേടിയാണ്. ഇരുട്ട് പേടിയാണ്. ഇരുട്ട് ലൈക്ക് അവന്റെ സേഫ് സ്പേസുകളിൽ അവൻ ഇരുട്ട് ഓക്കെയാണ്. ഹീസ് ക്ലോസ്ട്രോഫോബിക്. ചെറിയ സ്പേസസ് പറ്റില്ല. മെറ്റല് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഞങ്ങള് മാറ്റി എടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഇതൊക്കെ അവനെ ഹി ഹാസ് എ ട്രോമ ദർ. ഇപ്പൊ ഇവന് ഇവിടെയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ഇവനെ ഒരു 10-20 പട്ടിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവം മാറും. ബട്ട് അഗ്രസീവ് അല്ല. ഹിൽ ബി ക്രൈയിങ് ദ ഹോൾ ടൈം. അപ്പൊ ഞാനതൊരു ഈ സിറ്റി പെറ്റ്സിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹി ടോൾഡ് മീ ഹി വാസ് ഈദർ അബ്യൂസ്ഡ് അല്ലെങ്കിൽ ഇവനെ ഏതെങ്കിലും ലൈക്ക് ഇങ്ങനെ കുറെ പട്ടികളുള്ള ഒരു കൂട്ടിൻ്റെ അകത്ത് എവിടെ ഇട്ടിരുന്നതായിരുന്നു. ഹി ഹാസ് ദാറ്റ്. ആ ഒരു ട്രോമ ഇവനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഡോറൊക്കെ പുള്ളിക്ക് പേടിയാണ്. ഡോർ ഇങ്ങനെ തനിയെ തുറക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മാറി അപ്പുറത്തൊരിടത്ത് പോയി ഇങ്ങനെ ഇരിക്കും, പേടിച്ചിരിക്കും. അഗ്രഷൻ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ ഇവൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര പേടിയാണ്. ഇവൻ വിറയ്ക്കാൻ തുടങ്ങും. ഈ
നിന്നൊരു വിറയുണ്ട്. മെറ്റല് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് മെറ്റല് ഭയങ്കര പേടിയായിരുന്നു. മെറ്റല് കണ്ട പുള്ളി ഈ വിറ തുടങ്ങും, ഇങ്ങനെ വിറച്ച് ചുരുണ്ടുകൂടും. അതിപ്പൊ മാറ്റിയാണ് ഇപ്പൊ മെറ്റലിന്റെ അടുത്തൂടെ നടക്കുന്നത്. പണ്ട് മെറ്റൽ അവിടെയാണെങ്കിൽ അവൻ ആ റൂമിന് പുറത്ത്. അതെങ്ങനെ മാറ്റിയേ? യൂസ്ഡ് ആക്കിയില്ലേ? അതെങ്ങനെ ഒരു കാര്യത്തിനല്ല, അതിന് വേറെയും പർപ്പസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പം നിങ്ങൾ ആ സാധനം ഇപ്പൊ സൗരഭിനെ പരിചയമില്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ സൗരഭ് ആ സാധനം പെട്ടെന്ന് മാറ്റിയേ അവൻ പേടിച്ച് പിന്നെ ഇറങ്ങിയോ. പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് അവനറിയാം ഐ ആം ഹിയർ. അപ്പൊ ആ മെറ്റൽ അനക്കിയാലും ഹിൽ ബി ലൈക്ക് ഓക്കെ, ഹിൽ ബി വാച്ചിങ്. പെട്ടെന്ന് സഡൻ മൊമെന്റ്സ് അവനെ പേടിപ്പിക്കും. ഞാനില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. എന്തായാലും സിംബ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പട്ടികളെ പറ്റിയുള്ള ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിക്കളഞ്ഞു. എന്തൊരു മാന്യൻ. ആക്ച്വലി ഇവർക്ക് സർപ്രൈസ് ആയിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിചാരിച്ചിരുന്നതാണ് രണ്ടുപേരും. അത് ഞാൻ നോർമലി ഞാൻ പിന്നെ വീട്ടിലിട്ടിട്ട് പോകുന്നതാണ്. അപ് ടു 10 hours ഒക്കെ ഞാൻ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കിടന്നോളും. പക്ഷെ ഞാൻ സൺഡേസ് കൂടുതൽ ഞാൻ ഇവന്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സൺഡേസ് അല്ലെങ്കിൽ വീക്കെൻഡ്സ്. ബിക്കോസ് മൺഡേ ടു ഫ്രൈഡേ ഓഫ് കോഴ്സ് ജോലി അതും ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, അത്ര അറ്റൻഷൻ ഇവനെ കിടത്തുന്നത്. അപ്പൊ ഞാൻ സാറ്റർഡേ സൺഡേസ് മാക്സിമം ഫ്രണ്ട്സിന്റെ അടുത്ത് പോവാണെങ്കിൽ ഒരുവിധം എന്റെ ഫ്രണ്ട്സിനെല്ലാം ഇവൻ അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ ഞാൻ അല്ലെങ്കിൽ സൺഡേസ് ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ ഇറങ്ങിയുണ്ട്, അതായത് ഞാൻ മേഘടുത്ത് പറഞ്ഞു ഞാൻ ഇവനെ കൊണ്ടുവരാം. അപ്പൊ അതാകുമ്പം എനിക്കും ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാം, നിങ്ങൾക്കും യൂസ് ടു ആക്കാമല്ലോ. നമ്മൾ ലൈവിലാണെന്നത് സംഭവിച്ചത്. വീഡിയോയിൽ കൂടെ എന്റെ മടിയിൽ വെച്ചിട്ട് സിംബനെ അക്സെപ്റ്റ് ചെയ്തു. പേടിയുണ്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് നിങ്ങൾ അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഞങ്ങള് വിജിലന്റ് ആവും, അവന് മെറ്റൽ ട്രോമ. അപ്പൊ അത് ഇന്ന് ഒരുപാട് കാര്യം സംസാരിച്ചു. താങ്ക് യു റോസ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഗൈസ്, ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിനും. ആൻഡ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സെഷൻ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് നിന്നും കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. Very only a bit. So thank you. Looking forward for more videos and ഇനിയും collaborate ചെയ്യണം. നമ്മളങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് ഇങ്ങനെ ആ വെഞ്ചറിനെ പറ്റി പറഞ്ഞപ്പോ ആ കാര്യം കൂടി പറഞ്ഞ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റോസിന് ഇപ്പൊ ഇവിടെ ഒരു വേറെ സ്നാക്കിഫൈ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്നാക്സിന്റെ ബിസിനസ് ഇല്ലേ? യെസ്, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സ്റ്റാർട്ടപ്പ് ചെയ്തൊരു വെഞ്ചറാണ്. വി സ്റ്റാർട്ടഡ് ഈ ഒരു സമ്മറിൽ. ഫുഡ് കേറ്ററിംഗ് ബിസിനസ് ആണ്. സ്നാക്കിഫൈ എന്നാണ് പേര്. കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ കൈൻഡ് ഓഫ് ഫുഡ്സ്. ഓൾ കൈൻഡ് ഓഫ് ഫുഡ്. പ്രീ ഓർഡർ ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ്? ലൈക്ക് ഇഫ് യു ഹാവ് ഇവന്റ്സ് ആൻഡ് ഓൾ, നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ്സിന് വന്ന് നമ്മൾ ഡെയിലി ഇപ്പം മെനുവില് ഡെലിവറി അങ്ങനെയല്ല. ഒരു ക്ലൗഡ് കിച്ചൺ അല്ല, മേ ബി ഇൻ ഫ്യൂച്ചർ ബട്ട് നോട്ട് നൗ. ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് കേറ്ററിംഗ് ഫോർ ഇവന്റ്സ്, ബർത്ത്ഡേസ്, ഗെറ്റ് ടുഗെദേഴ്സ്, വെഡിങ്. പിന്നെ ഞങ്ങളിപ്പം സോഫാർ ഞങ്ങൾ 3-4 സ്റ്റോൾസ് ഇട്ട് കഴിഞ്ഞു, ഫുഡ് സ്റ്റോൾസ് ഇട്ടു. ഫസ്റ്റ് വൺ വാസ് ഇന്ത്യൻ സമ്മർ ഫെസ്റ്റിവലിൽ ഫസ്റ്റ് സ്റ്റോൾ ഞങ്ങൾ അവിടെയാണ് ഇട്ടത്. സമ്മർ ഫെസ്റ്റിവലിൽ ഒരു ഫുഡ് സ്റ്റോൾ ഇട്ടായിരുന്നു. അത് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്നാക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സ്നാക്കിഫൈ എന്ന് പേരിട്ടത്. ബട്ട് ഇപ്പോൾ റീസെന്റ് ഞങ്ങളൊരു ഫുഡ് സ്റ്റോൾ ചെയ്തായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ക്രിസ്മസ് അല്ല സോറി ക്രിക്കറ്റിന്റെ ടൂർണമെന്റ്സിലൊക്കെ ഒരു സ്റ്റോൾ ഇട്ടുണ്ട്. പക്ഷെ അത് ഡ്രിങ്ക്സിന്റെ മാത്രമായിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു പോളിഷ് ഇവന്റില്, ഒരു ഇൻഡോ കൾച്ചറൽ പോളിഷ് ഇവന്റില് വി പുട്ട് അപ്പ് എ സ്റ്റോൾ. അപ്പൊ അവിടെ സ്നാക്സും നമ്മുടെ നാട്ടിലെ കേരള ഫുഡ് അല്ലേ, സൗത്ത് ഇന്ത്യൻ സ്നാക്സ് ആണോ അതോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇപ്പം നമ്മളിപ്പോ ഒരു പോളിഷ് ക്രൗഡിനെ വെക്കുകയാണെങ്കിൽ എപ്പോഴും സൗത്ത് ഇന്ത്യൻ സ്നാക്സ് പോകില്ല. അപ്പൊ വി മോഡിഫൈ. ഇന്ത്യൻ ആണ്, ഓൺലി ഇന്ത്യൻ. ഒരു ഷെഫ് പറഞ്ഞ ഇന്ത്യൻ കുസീനിൽ ഇതായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ മെയിൻ ഒരു ഞാൻ കണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത്. അതൊന്നും സ്റ്റോറിയാണോ വ്ലോഗ്, യൂട്യൂബ് വീഡിയോ ആണ് തോന്നുന്നു. ഫസ്റ്റത്തെ ഞങ്ങളുടെ ഇവന്റ് അതൊരു വലിയ ഇവന്റ് ആയിരുന്നു. അത് ഞങ്ങള് വെറും 1 week ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട്, ബിക്കോസ് വി ആർ ഓൾ ഹിയർ ഫോർ 6 years, കുറെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ഒരു സംഭവമാണ് പോഡ്കാസ്റ്റ്. കുറെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്ന സംഭവമാണ് എല്ലാതും. ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചെയ്തൊരു പ്ലാൻ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ഇതില് അങ്ങനെ ഇങ്ങനെ ഒരു ഇന്ത്യൻ സമ്മർ ഫെസ്റ്റിവലിൽ ഞാൻ 2 years ബാക്ക് തൊട്ട് ഇവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമ്പോ എല്ലാരും ലൈക്ക് എന്താ
ബാക്ക് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്തെങ്കിലും എല്ലാവരും വർക്കിംഗ് ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ ദിസ് ടൈം വന്നപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ എല്ലാരും എന്റെ സർക്കിളിന്റെ ഏറ്റവും ഗുഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരാളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ഇങ്ങനെ കുഷ്യന്റെ കുറവാണ്. അതൊരു 1 വീക്ക് കൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്ത് വി സോൾഡ് അറൌണ്ട് 1500 ഐറ്റംസ്. അത് ഞങ്ങള് 1 വീക്ക് കൊണ്ട് 1 വീക്ക് മുന്നെയാണ് ഇതിനെ കുറിച്ച് അറിയുന്നതും. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഒരു 14 hours വിത്തൗട്ട് സ്ലീപ്പ് ഞങ്ങൾ നിന്ന് കുക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് ഒരാഴ്ച ഞങ്ങള് ഡെഡ്. ഞങ്ങൾ തന്നെ ഷോപ്പിംഗ്, ഞങ്ങൾ തന്നെ കുക്കിംഗ്, ഞങ്ങൾ തന്നെ മാർക്കറ്റിംഗ്, ഞങ്ങൾ തന്നെ സെയിൽസ്, എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ലേറ്റർ ഓൺ ഇപ്പൊ അത് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം ഫുൾ ഫ്ലഡ്ജിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻ ടു കേറ്ററിംഗ്. പറഞ്ഞ പോലെ ഇവന്റ്സ് ഒക്കെയാണ്. മെയിൻ കോഴ്സ് ആസ് വെൽ ആസ് സ്നാക്സ് എല്ലാം അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് നീഡ്സ് വി ആർ മോഡിഫൈങ് അവർ മെനു. ഇന്ത്യൻ ഫുഡാണ്. സൗത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ സൗത്ത് ഇന്ത്യൻ മെനുവിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, snackify.pl എന്നും പറഞ്ഞിട്ട്. പിന്നെ അത് വെബ്സൈറ്റ് കമ്മിങ് അപ്പ് ആണ്. ഇപ്പം മെയിൻ കോൺടാക്ട് പോയിന്റ് ഇസ് ലൈക്ക് ഇൻസ്റ്റഗ്രാം ആൻഡ് ദെൻ അവിടുന്ന് യു വിൽ ഗെറ്റ് ടു ദ വാട്സ്ആപ്പ് ആസ് വെൽ. വാട്സ്ആപ്പ് ബിസിനസ് ഞങ്ങൾ ഹോളി അബിലിറ്റിന്റെ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും ഓഫറോ 10% ഓഫർ ഫോർ ഓൾ ഹോളി ആൾക്കാരും ഇവിടെ അല്ല തോന്നുന്നുണ്ട്. അത് വെച്ചിട്ട് പറഞ്ഞതല്ലേ. No worries, 10% discount. എല്ലാ വീഡിയോസും ഫുള്ളായി കണ്ടതും കാണണം. അപ്പൊ താങ്ക് യു റോസ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിനോട്? ഒരു ഭയങ്കര വലിയൊരു പോയിന്റും പൊളിറ്റിക്സും പറഞ്ഞിട്ടുണ്ട് റോസ് ഓൾറെഡി, ഇല്ലീഗൽ ബ്രീഡിങ്ങിനെതിരെ. അപ്പൊ അത് സീരിയസ് ആയിട്ട് തന്നെ അല്ലേ? അതെ, എനിക്ക് എല്ലാവരോടും പറയുന്നത് ഇഫ് യു ആർ കമ്മിങ് ടു പോളണ്ട് പോളണ്ട് അല്ല എവിടെയാണെങ്കിലും, നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളൊരു പെറ്റിനെ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ അഡോപ്ഷൻ. And always understand that having a pet is not just ഒരു ഷോ ഓഫ് അല്ല, it's a very big responsibility. ഇപ്പൊ ഒരു പെറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എസ്പെഷ്യലി ഒരു ഡോഗ് ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ് ഫോർ ഇറ്റ്. ഇപ്പൊ എന്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംബ ഇസ് ട്രെയിൻ ടു ഗോ ഔട്ട് ഫോർ ഡൂയിങ് ഹിസ് ബിസിനസ്. ഇപ്പൊ രാവിലെയും കൊണ്ടുപോകണം, വൈകിട്ട് കൊണ്ടുപോകണം. ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ആ ടൈമിൽ ഞാൻ വീടെത്തും. എത്തണം, എത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഐ എം നോട്ട് ദെൻ ഹാവിങ് എ പെറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ഫോർ മീ. അത് 4 years ആയിട്ട് ഞാൻ പല രീതിയിലും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇല്ലടാ, നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഇവിടെ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളൊരു നല്ല വരുമാനത്തിൽ ഇരിക്കുവാണെങ്കിൽ, നല്ല വരുമാനം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു പെറ്റിനെ എടുക്കരുത്. കമ്മിറ്റ്മെന്റ്. ഇറ്റ്സ് ഫൈനാൻഷ്യലി എന്താ പറയാ, ഫൈനാൻഷ്യലി ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് ഐ വുഡ് സേ. ഞാൻ ബ്രോക്ക് ആയിട്ടിരുന്ന സിറ്റുവേഷനിലാണ് ഞാൻ ഇവനെടുത്തത്. ആൻഡ് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. ഞാൻ പട്ടിണി കിടന്ന് ഇവൻ തിന്നിട്ടുണ്ട്, ആ ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ഐ റിഗ്രറ്റ് ബിക്കോസ് പല സമയത്തും എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം എനിക്ക് ഇവനെ ട്രീറ്റ്മെന്റ്സിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് ഐ റിഗ്രറ്റഡ് ദാറ്റ് മൊമെന്റ്സ്. അപ്പൊ അതുകൊണ്ട് മൈ അഡ്വൈസ് ഇസ് ലൈക്ക് ഇഫ് യു ആർ ടേക്കിംഗ് എ പെറ്റ്, മേക്ക് ഷുവർ യു ഹാവ് ദ ഫൈനാൻസ് ഫോർ ഇറ്റ്. ഗോ ഫോർ അഡോപ്ഷൻസ്. ബ്രീഡ് എന്ന് പറഞ്ഞാൽ എല്ലാരും വിചാരിക്കും ബ്രീഡ് ആകുമ്പോൾ ക്യൂട്ടായിരിക്കും എന്ന്. പക്ഷെ മിക്സ് ബ്രീഡ്സ് ആർ മോർ ജെനറ്റിക്കലി ബെറ്റർ ഹെൽത്ത് വൈസ്, ടു ബി ഓണസ്റ്റ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇൻഷുറൻസ്, പെറ്റ് ഇൻഷുറൻസ് ഇല്ല നമ്മുടെ നാട്ടിലും ഉണ്ടോ? നാട്ടില് പെറ്റ് ഇൻഷുറൻസ് സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് ഫുൾ ഫ്ലെഡ്ജിൽ. ഇപ്പൊ നമ്മുടെ ഒരു ഭയങ്കര $1 billion ബിസിനസ് ഐഡിയ ആയിട്ട് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇതൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ അവിടെ. ഓൾറെഡി ഉണ്ട്. ഇവിടെ ആ കൂടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ, വിച്ച് സ്റ്റാർട്ടഡ് ഓഫ് 2 to 3 years ago. ഇവിടെ ഒറ്റ ഒരു കമ്പനിക്കേ ഉള്ളൂ പെറ്റ് ഇൻഷുറൻസ്. ആൻഡ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും എടുത്തു വെക്കാനായിട്ട്. അല്ലെങ്കിൽ വെറ്ററിനറി ബിൽസ് ആർ വെരി ഭയങ്കര എക്സ്പെൻസീവ്. ഈ ഇടയ്ക്ക് എന്റെ
കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനിന്റെ ഫ്രണ്ടിന് ഒരു പൂച്ചയുണ്ട്. അവളിതുപോലെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ പൂച്ചയാ. അവന്റെ പേര് സിംബ എന്നാട്ടോ. അപ്പൊ സിംബ എന്നാ അവന്റെ പേരും. അവനൊരു ദിവസം എങ്ങാണ്ട് 7th ഫ്ലോറിന്ന് താഴെ വീണു. പക്ഷെ പൂച്ചകൾ നോർമലി 4 കാലിൽ വീഴുന്നതാണ്. പക്ഷെ അവൻ താഴെ വീണു, അവന്റെ എല്ലൊക്കെ പൊട്ടി. അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന് ഇൻഷുറൻസ് ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 14,000 സ്ലോട്ടിയാ കൊടുത്തത്. നല്ല എക്സ്പെൻസീവ് ഇൻഷുറൻസ് വേണത്. നീ നല്ല എക്സ്പെൻസീവ് ആണ്. ഞാനോ എന്നൊക്കെ യു ആർ. അപ്പോ അല്ലേ അപ്പോ അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു റോസ് ഫോർ കമ്മിങ്. സോ മച്ച് ഇനി എക്സ്പെക്ട് ചെയ്യണം മോർ കൊളാബിന്. സിംബ വരണം. സിംബ ഷേക്ക് ഹാൻഡ് തരൂ. ഹൈഫൈ കൊടുത്തേ. സിംബ ഹൈഫൈ. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമ്മളെ വീഡിയോ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. റോസിന്റെ ചാനലും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ താഴെ കൊടുക്കാം. എന്റെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പൊ താങ്ക് യു. ബൈ.